Yes, so hi, hello everyone. Welcome back to Newtons. Okay. സോ നാളെ നമുക്ക് ഇംഗ്ലീഷിന്റെ എക്സാം ആണ്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ്, ഓക്കെ, എല്ലാവരും നമ്മൾ പഠിക്കുന്നില്ല, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡിസ്കഷൻസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് മുമ്പായിട്ട്. സോ അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ഡിസ്കഷൻസ് ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കാം. നോട്ട്ബുക്ക് എടുത്ത് വെക്കാം, ബിക്കോസ് നമുക്ക് ഫോർമാറ്റും ഗ്രാമറും കുറച്ച് നോക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡിസ്കോഴ്സസും അതുപോലെ തന്നെ ടുവേർഡ്സ് ലാസ്റ്റ് നമുക്ക് പോയിട്രി ഡിസ്കോഴ്സസും നോക്കാനായിട്ടുണ്ട്. സോ എല്ലാവരും റെഡി ആണെങ്കിൽ ബുക്കും മെറ്റീരിയലും അതുപോലെ തന്നെ റഫ് നോട്ടും അടുത്ത് വെക്കാം, ബിക്കോസ് നമുക്ക് അടിപൊളിയായിട്ട് തകർത്തിരുന്ന് പഠിക്കാം. ഓക്കെ, സോ എല്ലാവരും റെഡി അല്ലേ? റെഡി ആണെങ്കിൽ കമോൺ, വി ആർ റെഡി എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടേ. കമോൺ, ലേറ്റ് ആക്കരുത്. എത്രയും പെട്ടെന്ന് മെസ്സേജ് ഇടാൻ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അതങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നമ്മുടെ പോർഷനിലോട്ട് പോവാം. സോ നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സ് കറക്റ്റ് ആയിട്ട് അറിയാം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത് എന്നുള്ള കാര്യം. യൂണിറ്റ് 3യും യൂണിറ്റ് 4ഉം ആണ് നമുക്കുള്ളത്. അതില് യൂണിറ്റ് 3 നമ്മൾ ഫോക്കസ് ചെയ്യണതിന് മുമ്പ് യൂണിറ്റ് 2ൽ അവസാനത്തെ ചാപ്റ്റർ ആയ മലാലയുടെ ചാപ്റ്റർ നമ്മൾ നോക്കണം. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഓണം എക്സാമിന് മലാലയുടെ ചാപ്റ്റർ ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ മലാലയുടെ ചാപ്റ്റർ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ദ ഡേ മൈ വേൾഡ് ചേഞ്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി യൂണിറ്റ് 3ലേക്ക് വരികയാണെങ്കിൽ വി ഹാവ് ടോക്കിംഗ് ഓഫ് സയൻസ്, അത് കഴിഞ്ഞിട്ട് എൻജിൻ ട്രബിൾ, ആൻഡ് ടുവേർഡ്സ് ദാറ്റ് വി ഹാവ് ആസ്ട്രോണോമർ. ഓക്കെ, ആസ്ട്രോണോമർ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഈ 3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് യൂണിറ്റ് 4ലോട്ട് വരുമ്പോൾ നമുക്കൊരു പോയം പഠിക്കാനുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന ഒരു പോയം ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് പോയം അല്ല, ആക്ച്വലി ഒരു സോങ് ആണ്, ബട്ട് സ്റ്റിൽ നമുക്കത് പഠിക്കാനായിട്ടുണ്ട്. ആൻഡ് ദെൻ എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, ജവഹർലാൽ നെഹ്റുവിന്റെ സ്പീച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ടുവേർഡ്സ് ലാസ്റ്റ് താങ്ക് യു മാം എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയുമാണ് നമുക്ക് ഈ ചാപ്റ്റർ, അതായത് ഈ ടൈം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോർഷൻസ്, അതായത് ഇന്നത്തെ നമ്മുടെ 8th ഇംഗ്ലീഷ് ലൈവിലോട്ട് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. യെസ്, ഗ്രാമർ നമ്മൾ നോക്കും. ആൻഡ് ദെൻ ഷുവർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഷോർട്ട് ഡിസ്കോഴ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ദെൻ പോയിട്രി കോർണർ. സോ ഈ 3 ടോപ്പിക്കുകളാണ് നമ്മുടെ മേജർ എയിം ഇന്നത്തെ ക്ലാസ്സിൽ. ആൻഡ് വി വിൽ ബി ഡൂയിങ് ഇറ്റ് ടുഗദർ. ഓക്കെ, യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ തുടങ്ങുന്നത് ഗ്രാമറിൽ നിന്നാണ്, ബിക്കോസ് മിക്ക കുട്ടികൾക്കും ഡൗട്ട് വരുന്ന അല്ലെങ്കിൽ പേടിയാകുന്ന ഒരു പോർഷൻ ആണ് ഗ്രാമർ. സോ നമുക്ക് ആദ്യം ഗ്രാമർ ഒന്ന് പക്കയാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പോർഷനിലോട്ട് പോവാം. സോ ഗ്രാമറിൽ നമുക്ക് കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഫസ്റ്റ് ബീങ് യെസ്, ഇഫ് ക്ലോസ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ദെൻ ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ആൻഡ് ദെൻ നമ്മൾ നോക്കിയുള്ള ക്വസ്റ്റ്യൻ ടാഗ്, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് വുഡ് യു മൈൻഡ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക്, ഇത്രയും ഗ്രാമർ ടോപ്പിക്സ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാനുള്ളത്. അതുകൂടാണ് നമ്മൾ എക്സസൈസ് ചെയ്യും, ഫ്രേസൽ വെർബ് പഠിക്കും. ആൻഡ് ദെൻ ഒരു എഡിറ്റിംഗിന്റെ എക്സസൈസ് നമ്മൾ കൂടെ ഇരുന്ന് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഈസി ആണ്. സോ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, സോ ഏറ്റവും ആദ്യം ഗ്രാമർ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് 2 കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചാലുണ്ടല്ലോ, നമുക്ക് ഈസി ആയിട്ട് എല്ലാ ഗ്രാമറും ചെയ്യാൻ പറ്റും. അപ്പൊ അതിപ്പോ നമുക്ക് തൽക്കാലത്തിന് ഫോർ ദ ടൈം ബീങ് നമുക്ക് ഈ 2 എണ്ണം പഠിച്ചാൽ മതി, മൂന്നാമത്തത് പഠിക്കേണ്ട. അപ്പൊ നമുക്ക് 2 എണ്ണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഗ്രാമർ പോർഷനിലോട്ട് പോവാം. സോ വെർബ് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ, ബിക്കോസ് വെർബ് എന്ന് പറയുന്ന കാര്യത്തിലാണ് എല്ലാ ഗ്രാമറും ഹോൾഡ് ചെയ്തിരിക്കുന്നത്. വെർബ് എന്ന് പറയുന്ന കാര്യങ്ങൾ വേണം, വെർബ് എന്താണെന്ന് മനസ്സിലാക്കണം, വെർബിന്റെ ടൈപ്പുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഓരോ ഗ്രാമർ ടോപ്പിക്കും മനസ്സിലാക്കി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് വെർബിന്റെ 2 വേർഷൻസ് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മെയിൻ ഗ്രാമർ ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. വെർബ് എന്താണ്? വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ വേർഡ്സ് ആണ്. ഇപ്പൊ ഐ എം മൂവിങ് മൈ ഹാൻഡ്സ്, അതൊരു വെർബാണ്. ഐ എം റൈറ്റിംഗ്, അതൊരു വെർബാണ്. ഐ എം സ്റ്റാൻഡിങ്, അതൊരു വെർബാണ്. ഐ എം സിറ്റിംഗ്, അതൊരു വെർബാണ്. ഐ എം ചാറ്റിംഗ്, അതൊരു വെർബാണ്. ഐ എം ഈറ്റിംഗ്, അതൊരു വെർബാണ്. ഓക്കെ, സോ വെർബ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ജസ്റ്റ് ദി ആക്ഷൻ വേർഡ്സ്. ഓക്കെ, വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വെർബിന്റെ 2 ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, V1 ഉണ്ട്, V2 ഉണ്ട്. ഓക്കെ, V1 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ അതിന്റെ ബേസ് ഫോം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എപ്പോഴും അത്യാവശ്യം കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണ്, എന്താണ് V1, എന്താണ് V2. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ എന്താണ്, നമുക്ക് ഗ്രാമർ സെറ്റ് ആണ്. ഓക്കെ, വെർബിന്റെ V1, V2, V3 മനസ്സിലാക്കിയാൽ ഗ്രാമർ ഇസ് ലൈക്ക് ടോപ്പ് നോച്ച്, ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് ഗ്രാമർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. V1 ബേസ് ഫോം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ബേസ് ഫോമിൽ തന്നെ നമുക്കറിയാം, ഇറ്റ് ഇസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഡെയിലി ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പൊ ഈ V1 എന്ന് പറയുന്ന വെർബിൽ നിന്നാണ് ബാക്കി എല്ലാ വെർബിന്റെ ഫോമും ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ പ്ലേ എന്ന് പറയുന്ന വെർബിന്റെ ഫോം,
അതിന്റെ വേറൊരു വെർഷൻ ആണ് എന്ത്? പ്ലേഡ്, അതായത് കളിച്ചു. ഓക്കെ, ഇനി അടുത്തൊരു വേർഷൻ ആണ് പ്ലേയിങ്, കളിക്കുന്നു. ഓക്കെ, പ്ലേസ്, കളിക്കും. ഓക്കെ, സോ നോക്കിയേ, പല പല വേർഷൻസ്, പ്ലേഡ്, പ്ലേയിങ്, പ്ലേസ്, ഇതെല്ലാരും വന്നത് ഒരൊറ്റ വാക്കിൽ നിന്നാണ്, പ്ലേ. സോ ആ ഒരു ബേസ് വാക്ക്, ആ ഒരു വാക്കിൽ നിന്നാണ് ബാക്കി എല്ലാ ടൈപ്സ് ഓഫ് വെർബ് അല്ലെങ്കിൽ ബാക്കി എല്ലാ വേർഷൻസ് ഓഫ് വെർബ് വരുന്നത്. സോ ആ ഒരു ബേസ് ഫോമിനെയാണ് നമ്മൾ V1 എന്ന് പറയുന്നത്. സോ V1 is actually used in simple present. ഡെയിലി ആക്ടിവിറ്റീസ്, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങള്, അതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോമിനെയാണ് നമ്മൾ V1 ഫോം, അല്ലെങ്കിൽ നമുക്കതിനെ ബേസ് ഫോം എന്ന് പറയാം. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഡാൻസ്ഡിന്റെ ബേസ് ഫോം എന്താണ്? എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിലിട്ടെ. ഡാൻസ്ഡിന്റെ ബേസ് ഫോം എന്താണോ എന്ന് കമന്റ് ബോക്സിലിട്ട് നോക്കട്ടെ. ഡാൻസ്ഡിന്റെ ബേസ് ഫോം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇനി V2 വരാം. സി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും നമ്മുടെ കൂടെ, ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഡെയിലി മൊത്തം കഴിച്ചുകൊണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞു അല്ലേ, അത് പ്രവൃത്തി അവിടെ തീർന്നു. അപ്പൊ അങ്ങനെ തീരുന്ന പ്രവൃത്തി, അതായത് കഴിഞ്ഞു പോയ ആക്ടിവിറ്റീസിനെ എടുത്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഷൻ ആണ് V2. വെർബിന്റെ V2 ഫോം എന്താണെന്ന് ചോദിച്ചാൽ വി ഷുഡ് നോ. അതായത് കഴിഞ്ഞു പോയ ആക്ഷൻ, ഓൾറെഡി ഫിനിഷ്ഡ് ആക്ഷനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ V2 പാസ്റ്റ് ഫോം അല്ലെങ്കിൽ V2 ഫോം വെർബിന്റെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനെ പാസ്റ്റ് ഫോം എന്നും പറയും, നമ്മൾ ഇതിനെ സിമ്പിൾ പാസ്റ്റ് ഫോം എന്നും പറയും. ബിക്കോസ് ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ മാത്രമേ നമ്മൾ V2 എടുത്ത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ V1 ഓക്കെയാണ്, V2 ഓക്കെയാണ്. അപ്പൊ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, എപ്പോഴും V2 നമുക്ക് ED കാണാൻ പറ്റും, കൂടുതലും V2 നമുക്ക് ED കാണാൻ പറ്റും. ഇപ്പൊ വേറെ ഒരെണ്ണം നോക്കിയേ, റൈറ്റിന്റെ V2 ഫോം ആണ് റോട്ട്. ഓക്കെ, അപ്പൊ കണ്ടില്ലേ, അപ്പൊ നമുക്ക് ഈ റൈറ്റഡ് എന്ന് വന്നില്ല. അപ്പൊ ചില കേസുകളിൽ എന്താണ്, ഇപ്പൊ സീന്റെ സോ, ഓക്കെ, അതുപോലെ തന്നെ ഗോയിന്റെ വെന്റ്. അപ്പൊ അതെന്താണ്, അവിടെ ഗോണ്ട് എന്ന് വന്നിട്ടില്ല അല്ലെ, സീഡ് എന്ന് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം മാറിപ്പോവും. സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ED ഫോം വരുന്നില്ല, പക്ഷെ കൂടുതൽ കേസിൽ എന്താണ് ED ഫോം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതാണ് വെർബിന്റെ ഇതില് നമുക്ക് ED ഫോം കാണാൻ പറ്റും. V1 ആ ബേസ് ഫോം ആയതുകൊണ്ട് അതിവിടെ ING ഉണ്ടാവില്ല, ED ഉണ്ടാവില്ല. എസ് ഓർ ESും എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. സോ വെർബിന്റെ V1 ഫോമും V2 ഫോം മനസ്സിലാക്കി വെച്ചാൽ ബാക്കി എല്ലാവരും നമുക്ക് സൂപ്പർ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. ഈറ്റിന്റെ V2 ഫോം എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ. ഈറ്റിന്റെ V2 ഫോം എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഈറ്റിന്റെ V2 ഫോം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഗ്രാമർ ടോപ്പിക്കിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ടാഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ഒരു മാർക്കിന് എന്തായാലും ചോദിക്കും. ഒരു മാർക്ക് ഷുവർ ഷോട്ട് ആണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് വളരെ ഈസിയാണ്, ബുദ്ധിമുട്ടായിട്ടുള്ളതൊന്നുമില്ല. വി ഷുഡ് തിങ്ക് എ ബിറ്റ്. പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി സിമ്പിൾ. അപ്പൊ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ടാഗില് ഇങ്ങനത്തെ ഒരു ബോക്സ് വെച്ച് നമ്മൾ പഠിച്ചാൽ മതി. സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കാട്ടോ. സ്റ്റേറ്റ്മെന്റ്, അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും. സ്റ്റേറ്റ്മെന്റിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഷീ ലീവ്സ് ഇൻ. ഓക്കെ, അത് വേണ്ട, നമുക്ക് വേറെ എഴുതാം. രവി ഈസ് എ ഗുഡ് ബോയ്. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇതിനൊന്ന് റീകൺഫേം ചെയ്യണം. ആ റീകൺഫർമേഷന് വേണ്ടിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ആക്ച്വലി യൂസ് ചെയ്യാറ്. അപ്പൊ നമുക്കറിയാം രവി ഈസ് എ ഗുഡ് ബോയ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഫസ്റ്റത്തെ കാര്യം ശ്രദ്ധിക്കാം. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ആഡ് ആക്കേണ്ടത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതേ സമയത്ത് വൈസ് വേഴ്സ, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഈ രണ്ട് കാര്യമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, രവി ഈസ് എ ഗുഡ് ബോയ്. രവി ഈസ് എ ഗുഡ് ബോയ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എല്ലാവരും കമന്റ് ബോക്സിൽ ഇട്ടേ. രവി ഈസ് എ ഗുഡ് ബോയ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എല്ലാവരും കമന്റ് ബോക്സിൽ ഇട്ടേ. യെസ്, വെരി നൈസ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. ബിക്കോസ് ഇവിടെ എന്തില്ല, ഇവിടെ നോ അല്ലെങ്കിൽ നോട്ട് ഇല്ല. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നോ അല്ലെങ്കിൽ നോട്ട് അവിടെ ഉണ്ടാകും, എന്നാൽ മാത്രമേ ആ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആകുള്ളൂ. അപ്പൊ രവി ഈസ് എ ഗുഡ് ബോയ് അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. രവി ഈസ് എ ഗുഡ് ബോയിൽ ഓക്സിലറി വെർബ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്സിലറി വെർബിന്റെ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നെഗറ്റീവ് വേർഷൻ ആക്കേണ്ടത്. രവി ഈസ് എ ഗുഡ് ബോയ്. ഇവിടെ ഓക്സിലറി വെർബ് ഏതാണ്, ഓക്സിലറി വെർബിന്റെ ലിസ്റ്റ് ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. നോക്കിയേ, ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡിഡ്, ഡസ്.
ഓക്കെ, വില്ല്, വുഡ്, ഷാല, ഷുഡ്, ക്യാൻ, കുഡ്, ഇതെല്ലാം ഇതാണ്. പക്ഷെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യം ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, ഹാസ്, ഹാവ്, ഹാഡ്, ഓക്കെ, ഡു, ഡിഡ്, ഡസ്, ഈസ്, ആം, ആർ, വാസ്, വെർ, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഓക്സിലറി വെർബ്സ് ആണ്. അപ്പൊ നമുക്ക് തിരിച്ചിതിലേക്ക് വരാം. അപ്പൊ രവി ഈസ് എ ഗുഡ് ബോയ് അല്ലെ. അപ്പൊ നമുക്ക് ഈസ് എന്ത് കിട്ടി? ഈസ് നമുക്ക് ഓക്സിലറി വെർബ് ആയിട്ട് കിട്ടി. പക്ഷെ ഈസിന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് എന്ന് പറയുന്ന കാര്യം നമ്മൾ ആഡ് ചെയ്യണം. ഈസ് നോട്ട് എന്ന് എഴുതിയാൽ തെറ്റിപ്പോകും. അതിന്റെ ഒരു അബ്രിവേറ്റഡ് ഫോം ആണ് ഇസിന്റ്. ഓക്കെ, അപ്പൊ ഇസിന്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഇസിന്റ് മാത്രം എഴുതിയ കാര്യമായോ? ഇല്ല, കാര്യമായിട്ടില്ല. ഇസിന്റ് മാത്രം എഴുതിയിട്ട് കാര്യമില്ല. ബിക്കോസ് ഇസിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റിനെ അവിടെ കൊണ്ടുവരണം. സബ്ജക്ട് രവിയാണ്. അപ്പൊ ഇസിന്റ് രവി എന്ന് പറഞ്ഞാലും അത് തെറ്റാണ്. രവിക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രോനൗൺ വേണം നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇസിന്റ് രവിക്ക് പകരമായിട്ടുള്ള പ്രോനൗൺ ഇസിന്റ് ഹി. ഓക്കെ, കഴിഞ്ഞു. ഇസിന്റ് ഹി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രേ ഉള്ളൂ. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. അതായത് ഓക്സിലറി വെർബ് എങ്ങനെയാണുള്ളത് അത് അതുപോലെ തന്നെ അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ചില കേസുകളിൽ ഓക്സിലറി വെർബ്സ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓക്സിലറി വെർബ് ഇല്ലാത്ത കേസിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് ഡു, ഡസ്, ഡിഡ്. ശ്രദ്ധിക്കാം, ഡു നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? പ്ലൂരൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വരുമ്പോൾ. ഡസ് യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ. സിംഗുലർ സബ്ജക്ട്. ഡിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിന് വേണ്ടിയാണ്. അതിപ്പോ പ്ലൂരൽ ആയാലും സിംഗുലർ ആയാലും നമ്മൾ എന്ത് യൂസ് ചെയ്യുള്ളൂ? ഡിഡ് തന്നെ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഇത് രണ്ടും എന്തിനു വേണ്ടിയാണ്? സിമ്പിൾ പ്രസന്റിന് വേണ്ടിയാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇത് രണ്ടും, അതായത് ഡിഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന് വേണ്ടിയാണ്. ഇത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. വേറെ ഒന്നും ഓർത്ത് വെക്കേണ്ട. ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ ഒരു ടേബിളും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. കഴിഞ്ഞു, ക്വസ്റ്റ്യൻ ടാഗ് കഴിഞ്ഞു. ഇനി നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി, ഒന്ന് പാക്കപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, യെസ്. യു ഹാവ് read all those disease symptoms. You have read all those disease symptoms. You have. അവിടെ ഏതാണ് നമ്മുടെ ഓക്സിലറി വെർബ് ആയിട്ട് വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. യെസ്, വെരി നൈസ്. ഹാവ് ആണ് അവിടെ ഓക്സിലറി വെർബ് ആയിട്ട് വരുന്നത്. പോസിറ്റീവ് ആണ്. നോ ഇല്ല, നോട്ട് ഇല്ല. സോ സ്റ്റേറ്റ്മെന്റ് ഇസ് പോസിറ്റീവ്. അപ്പൊ നമ്മളോട് എന്ത് എഴുതണം? ഹാവിന്റ് എന്ന് എഴുതണം. യു ആണ് നമ്മുടെ സബ്ജക്ട്. ഹാവിന്റ് യു. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഹി ഡിഡ് നോട്ട് ഹാവ് ഹൗസ്മേറ്റ്സ് നീ. ഹി ഡിഡ് നോട്ട് നോ. അപ്പൊ എന്താണ് അവിടെ? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യണം. അപ്പോ ഡിഡ് ഹി എന്ന് ആഡ് ചെയ്യണം. വെരി നൈസ്, വെരി ഗുഡ്. ഓക്കെ, ഡിഡ് ഹി എന്ന് ആഡ് ചെയ്യണം. കൂടെ തന്നെ ആൻസർ ചെയ്ത് പോകുന്നുണ്ട്. The doctor was surprised. The doctor was surprised. അപ്പൊ ഇവിടുത്തെ ഓക്സിലറി വെർബ് ആണല്ലോ. ഒന്ന് കമന്റ് ചെയ്ത്. യെസ്, കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം കമന്റ് ചെയ്യുന്ന ആൻസേഴ്സ് തന്നെയാണ് കമന്റ് ചെയ്യുന്നത്. വെരി നൈസ്. The doctor was surprised. അപ്പൊ was ആണ് എന്തിവിടെ? നമ്മുടെ ഓക്സിലറി വെർബ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. wasn't എന്നാണ് വരാ. wasn't the doctor. You can add she, you can add he. It's up to you. രണ്ടും കറക്റ്റ് ആണ്. You can add he or you can add she. Okay? അപ്പൊ നമ്മുടെ ഓക്സിലറി വെർബ്സിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ മനസ്സിലാക്കി. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഡു, ഡിഡ്, ഡസ് എങ്ങനെ ചേർക്കണം എന്നുള്ള കാര്യം നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് വൺ ഈസ് വുഡ് യു മൈൻഡ്. നമ്മൾ കുറെ കാര്യം എടുക്കണം. ബിക്കോസ് എല്ലാവരും സ്മോൾ ടോപ്പിക് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ നമ്മൾ കുറെ സമയം ഒരു ടോപ്പിക്കിൽ കളയേണ്ട കാര്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ദാറ്റ് ഈസി. ഓക്കെ, വുഡ് യു മൈൻഡ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്. വാട്ട് ഇസ് വുഡ് യു മൈൻഡ്? വുഡ് യു മൈൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലും ഒരു പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരാളോട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് വുഡ് യു മൈൻഡ്. നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് എ പൊളൈറ്റ് വേ ടു ആസ്ക് someone to do something. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വളരെ സഭ്യതയോടുകൂടി, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് വുഡ് യു മൈൻഡ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഒന്ന് പഠിക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് V1 ഫോം എന്താണ്, V2 ഫോം എന്താണെന്ന്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. വി കൻ സ്റ്റാർട്ട്. വുഡ് യു മൈൻഡ് പ്ലസ് വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് അപ്പോൾ വെർബിന്റെ ഫോം ആയിരിക്കും കേട്ടോ വരാം. വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് വെർബ് എന്തായാലും വരും. വെർബിന്റെ കൂടെ ING വരും. ഓക്കെ, അപ്പൊ ഈ വെർബിന്റെ കൂടെ ING വരുമ്പോൾ വെർബിന്റെ ഫോം എപ്പോഴും V1 ആയിരിക്കും കേട്ടോ. അത് ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മൾ ചിലപ്പോ ക്ലോസ്ഡിങ് നമ്മൾ വായിച്ചിട്ടില്ല അല്ലെ? ക്ലോസസിങ് എന്ന് വായിച്ചിട്ടില്ല അല്ലെ? സോ പിന്നെന്താണ് സോയിങ്, അതൊക്കെ നമുക്ക് ഇല്ല അല്ലെ? സീയിങ് ഉള്ളൂ. സോ എപ്പോഴും നമ്മൾ ING ചേർക്കുന്നുണ്ടെങ്കിൽ അത് വെർബിന്റെ V1 ഫോമിന്റെ കൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മൾ ING ഫോം ചേർക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നിന്റെയും കൂടെ നമ്മൾ ING ഫോം ചേർക്കരുത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ വെർബിന്റെ കൂടെ ING ഫോം വേണം. എന്ത് കഴിഞ്ഞിട്ട്? വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് എപ്പോഴും വെർബിന്റെ കൂടെ ING ഫോം വേണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് വെർബിന്റെ V1 ഫോം, അതിന്റെ കൂടെ എന്താണ്? ING തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കുമ്പോൾ ഈസി ആയിട്ട് കിട്ടും. വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ ഡോർ? Would you mind helping me with this? See,
അപ്പൊ എന്താണ് വുഡ് യു മൈൻഡ് എന്ന് പറയുന്ന കഴിഞ്ഞിട്ട് ക്ലോസിങ്, ഹെൽപ്പിംഗ്, ക്ലോസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു ING ചേർത്തു. ഹെൽപ്പിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഹെൽപ്പിന്റെ കൂടെ നമ്മൾ ING ചേർത്തു. സോ സംഭവം മനസ്സിലായില്ലേ? ഈസി അല്ലേ? ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. വുഡ് യു മൈൻഡ് നമ്മുടെ തീർന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഹാഡ് ബെറ്ററിലോട്ടാണ്. അത് ഇതിലും സിമ്പിൾ ആണ്. ദൈവമേ, ഹാഡ് ബെറ്റർ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഹാഡ് ബെറ്റർ ഇസ് ടു ഗിവ് എ സ്ട്രോങ് അഡ്വൈസ്, ഒരു വാർണിംഗ്. ഒരാൾക്ക് വാർണിംഗ് കൊടുക്കാനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത്. റെഡി അല്ലേ? ഇനി 2 ടോപ്പിക് കൂടെ ഉള്ളൂ ഗ്രാമർ, ഹാഡ് ബെറ്റർ ആൻഡ് ഇഫ് ക്ലോസ്. അപ്പൊ നമുക്ക് ഹാഡ് ബെറ്റർ നോക്കാം. ഹാഡ് ബെറ്ററിൽ ഒന്നുമില്ല, സബ്ജക്ട് ഉണ്ടാകും, അത് കഴിഞ്ഞിട്ടായിരിക്കും ഹാഡ് ബെറ്റർ ഉണ്ടാകുക. അത് കഴിഞ്ഞിട്ട് ടു ചേർക്കരുത്, ഒന്നും ചേർക്കരുത്. നോക്കി ഇത് ശ്രദ്ധിക്കുക. നമ്മൾ ചിലപ്പോൾ ഹാഡ് ബെറ്റർ ടു ഒരു രസത്തിന് നമ്മൾ ഇട്ട് കൊടുക്കും, പക്ഷെ ദാറ്റ്സ് നോട്ട് അപ്രോപ്രിയേറ്റ്, അത് അത്ര നല്ലതല്ല. ഓക്കെ, സോ ഒരിക്കലും നമ്മൾ ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ഒരു ടു എക്സ്ട്രാ ചേർത്ത് കൊടുക്കരുത്. ദാറ്റ് ഇസ് റോങ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമ്മൾ വെർബിന്റെ V1 ഫോം അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. സോ ഇപ്പൊ മനസ്സിലായി എന്തിനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ V1 ഉം V2 മനസ്സിലാക്കിയതെന്ന്. ബിക്കോസ് V1 ഉം V2 ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. സബ്ജക്ട് കഴിഞ്ഞിട്ട് ഹാഡ് ബെറ്റർ ഉണ്ടാകും, അത് കഴിഞ്ഞിട്ട് ടു ചേർക്കാൻ നിൽക്കരുത്, ആൻസർ തെറ്റിപ്പോകും. വെർബ് ഹാഡ് ബെറ്റർ കഴിഞ്ഞ അപ്പൊ തന്നെ വെർബിന്റെ V1 ഫോം ചേർക്കുക, കാര്യം കഴിഞ്ഞു. ആസ് ഈസി ആസ് ദാറ്റ്. നോക്കിക്കേ, യു സബ്ജക്ട്, ഹാഡ് ബെറ്റർ സ്റ്റഡി ഫോർ ദ ടെസ്റ്റ്. ഓക്കെ, യു ഹാഡ് ബെറ്റർ ടു സ്റ്റഡി നമ്മൾ ചേർത്തില്ല. യു ഹാഡ് ബെറ്റർ ബി സ്റ്റഡി ചേർത്തില്ല. യു ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമ്മൾ എന്ത് ചേർത്തുള്ളൂ? V1 ഫോം ചേർത്തുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഹാഡ് ബെറ്റർ കഴിഞ്ഞ് ടു ചേർക്കരുത്. നമുക്കൊരു രസത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ടു അങ്ങോട്ട് ചേർത്ത് കളയാൻ പറ്റും. ദാറ്റ് ഈസ് റോങ്. അത് വെറുതെ എന്തിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിക്കുന്നത്. ഓക്കെ, സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നോ, ഡോണ്ട് യൂസ് ടു ആഫ്റ്റർ ഹാഡ് ബെറ്റർ. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, വി ഹാഡ് ബെറ്റർ ലീവ് നൗ. നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. അതാണ് വി സബ്ജക്ട് വന്നു, ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ലീവ്, ലീവിങ് വന്നില്ല, ലീവ് ഒന്നും വന്നില്ല അല്ലെ, ലീവ്സ് വന്നില്ല, ലീവിങ് വന്നില്ല, ഒന്നും വന്നില്ല. സോ എന്താണ്? വി ഹാഡ് ബെറ്റർ ലീവ് നൗ. നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. ദാറ്റ്സ് എ സ്ട്രോങ് അഡ്വൈസ്. ഓക്കെ, അപ്പൊ എന്താണ്? ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് V1 ഫോം ആണ് വന്നത്. ഓക്കെ അല്ലേ? ഹാഡ് ബെറ്റർ കഴിഞ്ഞു. സി, ഇത്രേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ച് ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചാൽ മതി. നാളെ വേറെ ഇരുന്ന് ഗ്രാമർ ടോപ്പിക് നോക്കേണ്ട കാര്യമില്ല, യാതൊരുവിധ കാര്യവുമില്ല. ഓക്കെ, ഇനി അടുത്ത കാര്യം, എപ്പോഴാണ് ടീച്ചറെ ഹാഡ് ബെറ്റർ വരുന്നത്? എപ്പോഴാണ് ഹാഡ് ബെറ്ററും വുഡ് യു മൈൻഡും ഇഫ് ക്ലോസ് ഒക്കെ എപ്പോഴാണ് വരുന്നത് എന്നൊരു ചോദ്യം വരും. നമുക്ക് കോൺവെർസേഷൻ ഫില്ലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. എന്തില്? നമുക്ക് നമ്മുടെ എക്സാം ഷീറ്റിൽ. അതും നമുക്ക് എന്തായിട്ട് ഓർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. ദാറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാം. ദാറ്റ്സ് ഓൾ അപ് ടു യു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് എന്ത് ഒരു ഡാഷ് ആയിരിക്കും വരാം, അല്ലെങ്കിൽ ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ഒരു ഡാഷ് ആയിരിക്കും വരാം. സോ അടിയിലത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെർബ് നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി വേറെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അതിനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു 3 ടോപ്പിക് കോൺവെർസേഷന് വേണ്ടി നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, ഡൺ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റിലോട്ട് വരാം. ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസ് ഇസ് വെരി ഈസി. പക്ഷെ നമുക്ക് നോക്കാം ഇഫ് ക്ലോസ് എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇപ്പൊ നമ്മൾ പഠിച്ച ടോപ്പിക്കിനെ പോലെ ഈസി ആയിരിക്കില്ല, പക്ഷെ നമ്മൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ ഇഫ് ക്ലോസ് ഇതിനേലും സിമ്പിൾ ആണ്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആകെ ആ V1 V2 നിങ്ങൾ മനസ്സിലാക്കി വെച്ചാലും മതി. ദാറ്റ് ഈസ് മോർ ദാൻ എനഫ് ഗ്രാമറിൽ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി. 8th ഇനി നമുക്ക് V3 ഉണ്ട്. അതിപ്പോ പറഞ്ഞാൽ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആവണ കാരണം അത് പറയാത്തത്. V1 ഉം V2 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് V3 ഉണ്ട്. അത് നമുക്ക് കുറച്ചും കൂടെ ഹയർ ലെവലിലാണ് അത് പഠിക്കുന്നത്. പക്ഷെ ഇത് 3 മനസ്സിലാക്കി വെക്കുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണുമ്പോൾ അത് നടക്കോ, നടക്കില്ലേ, ഇനി നടന്നാലോ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇഫ് ക്ലോസ് അവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ എഴുതാം. If it rains, we will stay indoors. ഓക്കെ, മഴ പെയ്താൽ നമുക്കുള്ളിൽ ഇരിക്കേണ്ടി വരും, അല്ലാണ്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ഒബ്വിയസ്ലി. അപ്പോൾ ഈ ഇഫ് ഇറ്റ് റെയിൻസ് എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വി വിൽ സ്റ്റേ ഇൻഡോർ എന്ന് പറയുന്നതാണ് അത് മെയിൻ ക്ലോസ് ആണ്. ഈ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് ഏത് സെന്റൻസിലാണ് 2 ക്ലോസുകളെയും സെപ്പറേറ്റ് ചെയ്യുന്ന എന്തായിരിക്കും? ഒരു കോമ മാർക്ക് ആയിരിക്കും 2 ക്ലോസുകളെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ ആ കോമ മാർക്കിന് ഒരു സൈഡിൽ ഒരു ക്ലോസ് ആയിരിക്കും, മറ്റേ സൈഡിൽ മറ്റൊരു ക്ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ആദ്യം ഇഫ് ക്ലോസ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മെയിൻ ക്ലോസ് എഴുതാൻ പറ്റുള്ളൂ. നോ, ആദ്യം മെയിൻ ക്ലോസ് വന്നാലും അവിടെ തെറ്റൊന്നും വരാൻ പോകുന്നില്ല. നീ ഒന്ന് വായിച്ചു നോക്കിയേ. വി വിൽ സ്റ്റേ ഇൻഡോർ ഇഫ് ഇറ്റ് റെയിൻസ്. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും രണ്ടിന്റെയും സെന്റൻസിന്റെ അർത്ഥത്തിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, അതും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം,
ഇഫ് ഉള്ള ക്ലോസ്, ഇഫ് ഉള്ള ഗ്രൂപ്പ് ഓഫ് സെന്റൻസിനെ നമ്മൾ ഇഫ് ക്ലോസ് എന്നും ബാക്കി വരുന്ന സെന്റൻസിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇഫ് ഇറ്റ് റെയിൻസ് ആണ് ഇവിടെ ഇഫ് ക്ലോസ് ആയിട്ട് വരുന്നത്. വി വിൽ സ്റ്റേ ഇൻഡോർ നമ്മുടെ മെയിൻ ക്ലോസ് ആണ്. അപ്പൊ ഇത് ഓക്കെ അല്ലേ? ഇതാണ് ഇഫ് ക്ലോസ് ചെയ്ത് മെയിൻ ക്ലോസ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഫസ്റ്റ് കണ്ടീഷൻ, 2 കണ്ടീഷൻസ് ആണ് നമുക്ക് പഠിക്കുന്നത്. ശരിക്കും നമുക്ക് 4 ഉണ്ട്. 0 കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ ആൻഡ് ടുവേർഡ്സ് ദ ലാസ്റ്റ് നമുക്ക് എന്തുണ്ട്? നമുക്ക് തേർഡ് കണ്ടീഷൻ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷൻ മാത്രമാണ് 8th ക്ലാസ്സിന് ചോദിക്കാറ്. അപ്പൊ നമുക്ക് നോക്കാം. ഇഫ് സിമ്പിൾ പ്രസന്റ് ആണ് വരുന്നത്, അതായത് V1 ഫോം അല്ലെങ്കിൽ V1 ഫോം വരാം, ഓർ നമുക്ക് V1ന്റെ കൂടെ S അല്ലെങ്കിൽ ES ഫോം വരും. ഓക്കെ, അപ്പൊ ഇതാണ് സിമ്പിൾ പ്രസന്റ്. വെർബിന്റെ സിമ്പിൾ പ്രസന്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇഫ് ക്ലോസ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള അതിനകത്ത് വെർബിന്റെ V1 ഫോം ആണെങ്കിൽ വെർബിന്റെ കൂടെ S അല്ലെങ്കിൽ ES കൊടുത്തിരിക്കുന്ന ഫോം ആണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ എന്തുണ്ടാകും? വിൽ പ്ലസ് V1 എന്ന് പറയുന്ന ഒരു കാര്യം ഷുവർ ഷോർട്ട് ആയിട്ട് ഉണ്ടാകും. സോ അതാണ് അതിന്റെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ. മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ആണെങ്കിൽ ഇഫ് ക്ലോസിൽ എന്തായാലും ഒരു V1 ഫോം അവിടെ നമുക്ക് കാണാൻ പറ്റും. എക്സാമ്പിൾസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇഫ് യു സ്റ്റഡി വെൽ, മര്യാദയ്ക്ക് പഠിക്കുകയാണെങ്കിൽ ഇഫ് യു സ്റ്റഡി എന്താണ്? V1 ഫോം ആണ്. യു വിൽ ഗെറ്റ് വിൽ പ്ലസ് എന്ത് വന്നിട്ടുണ്ട്? V1 വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും മതി. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. എന്തായാലും കിട്ടും, അതൊരു കൺഫർമേഷൻ ആണ്. ഇതെന്താണ്? ചാൻസസ് ആർ മോർ എന്ന് പറയുന്ന കണ്ടീഷനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ചാൻസസ് കൂടുതലാണ്, ഇവിടെ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോ സെക്കൻഡ് കണ്ടീഷൻ പഠിക്കുമ്പോൾ സാധ്യത കുറച്ചുകൂടെ കുറവായിരിക്കും. നോക്കിക്കേ, ഇഫ് യു സീ ഹർ, സീ വെർബിന്റെ V1 ഫോം ആണ്. V1 ഫോം വന്നിട്ടുണ്ട്. ഇഫ് ക്ലോസിൽ V1 ഫോം വന്നാല് മെയിൻ ക്ലോസിൽ എന്തുണ്ടാകും? വിൽ പ്ലസ് V1 ഉണ്ടാകും. വിൽ സേ ഹലോ, ഐ വിൽ സേ ഹലോ. അത്രേ ഉള്ളൂ. ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, സെക്കൻഡ് കണ്ടീഷൻ നോക്കിക്കേ. ഇഫില് V2 ഫോം വരിക. ഇഫ് ക്ലോസിൽ V1 ഫോം ആയിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷനിൽ ഇഫ് ക്ലോസിൽ V2 ഫോം ആണെങ്കിൽ ഇതെന്ത് വരും? മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 വരും. ഓക്കെ, നമ്മൾ ഇഫ് ക്ലോസ് എന്താണെന്ന് മനസ്സിലാക്കി, നമ്മൾ മെയിൻ ക്ലോസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഇഫ് ക്ലോസിൽ വെർബിന്റെ V2 ഫോം ആണെങ്കിൽ വുഡ് പ്ലസ് V1 തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും. വുഡ് പ്ലസ് V1 അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും. വില്ല് മാറി ഇവിടെ എന്തായി? ഇവിടെ വുഡായി. V1 എന്തായാലും ഉണ്ടാകും. ഇഫ് ക്ലോസിൽ എന്താണ്? V2 ആണുള്ളത്. If you studied hard, if you studied well, you would pass the exam. If you studied V2 ഫോം ആണ്. If you played studied രണ്ടും എന്താണ്? V2 ഫോം ആണ്. അപ്പൊ എന്താണ്? വുഡ് പ്ലസ് V1 ആയിരിക്കും വരാം. വുഡ് പ്ലസ് V1 ആയിരിക്കും നമുക്ക് അതിന്റെ മെയിൻ ക്ലോസിൽ കാണാൻ പറ്റുക. ചിലപ്പോൾ എന്തായിരിക്കും? ഇഫ് ക്ലോസ് ആയിരിക്കും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത്, ചിലപ്പോൾ മെയിൻ ക്ലോസ് ആയിരിക്കും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പൊ മെയിൻ ക്ലോസിന്റെ ആ ഒരു ഫംഗ്ഷനിങ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീസ് കണ്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി? ഇഫ് ക്ലോസിൽ കാര്യങ്ങൾ ഫിൽ ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, യു വിൽ പാസ് ദി എക്സാം എന്നാണെങ്കിൽ ഇപ്പുറത്തെ ഇഫ് യു സ്റ്റഡി വെൽ എന്നായിരിക്കും. ഓക്കെ, ഇവിടെ വുഡ് എന്ന് പറയുമ്പോൾ ഒരു കൺഫർമേഷൻ ആണ്. ചിലപ്പോൾ ജയിക്കാം, മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ മാർക്ക് കിട്ടിയാനേ എന്നുള്ള രീതിയിലാണ് ആ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? കൺഫർമേഷൻ കുറച്ച് കുറവാണ്, പഠിച്ചിട്ടില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്? മറ്റേത് എങ്ങനെയല്ല, പഠിച്ചാൽ മാർക്ക് കിട്ടും, ദാറ്റ് ഇസ് ഷുവർ. പക്ഷെ ഇവിടെ എന്താണ്? ആ ഒരു കൺഫ്യൂഷൻ അല്ലെ, ആ ഒരു കൺഫർമേഷൻ അവിടെ കുറവാണ്. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് പാസേജ് എഡിറ്റ് ചെയ്യാം. ഓക്കെ, പാസേജ് എഡിറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഈസി ആയിട്ട് നിങ്ങൾ ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയോ ഇവിടെ പ്രശ്നങ്ങളുണ്ട് അല്ലെ, എന്തൊക്കെയോ ഇവിടെ പ്രശ്നങ്ങളുണ്ട് നമുക്ക് മനസ്സിലാകും. സോ യെല്ലോയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഏറ്റവും തെറ്റായിട്ടുള്ളത്. ചിലപ്പോൾ തെറ്റാകാം, ചിലപ്പോൾ തെറ്റാവാണ്ടിരിക്കാം, രണ്ടും ഇവിടെ പോസിബിൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും തെറ്റാന്ന് വിചാരിച്ച് എല്ലാവരും മാറ്റാൻ നിൽക്കണ്ട. ചിലത് വായിച്ചിട്ട് നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അതുപോലെ തന്നെ വെച്ചാൽ മതി. അത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ എക്സാമിനർ മനഃപൂർവ്വം എന്ത് ചെയ്യും? അത് അവരവിടെ ഇടും. പക്ഷെ അതെന്തിനു വേണ്ടിയാണ്? നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ അത് ആൻസർ ആയിട്ട് എഴുതി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, അപ്പൊ നോക്കി എല്ലാവരും ഇട്ടോളൂ, എല്ലാവരും കമന്റ് ബോക്സിൽ ഇട്ടോളൂ എന്താണ് അക്കോർഡിംഗ് ടു യു എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത് എല്ലാവരും കറക്റ്റ് ആയിട്ട് അത് ഇടുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഡോക്ടർ അജിത് പരമേശ്വരൻ, ഓക്കെ, വേർ സയന്റിസ്റ്റ് ഫ്രം കേരളയിൽ നിന്നൊരു സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. ഓക്കെ, പിന്നെ എന്തിനാ വെറുതെ വായിച്ചു പോകണം? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് അടുത്തതിൽ കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഹിസ് ലവ് ഓഫ് ലേണിംഗ് വാസ് നർച്ചർഡ് ബൈ ദ ബുക്ക് ഇൻ ഹിസ് ലോക്കൽ ലൈബ്രറി. ഹി സ്പോക്ക് അബൌട്ട് ഹൗ സയന്റിസ്റ്റ് ക്രിയേറ്റ് knowledge. He now works at the International Center for Theoretical Science at Bangalore. നമുക്ക് നോക്കാം. യെസ്, അപ്പൊ നോക്കിക്കേ, ഡോക്ടർ അജിത് പരമേശ്വരൻ. അവിടെ ഡോക്ടർ അജിത് പരമേശ്വരൻ എന്ന് പറയുന്ന ഒരൊറ്റ ആളാണല്ലേ. അപ്പൊ സിംഗുലർ ആകുമ്പോൾ, ഒരൊറ്റ ആള് സിംഗുലർ ആകുമ്പോൾ നമ്മൾ അവിടെ വാസ് ആണ് ചേർക്കേണ്ടത്, വേറല്ല.
വേറെ ചേർക്കരുത്, നമ്മൾ വാസ് വേണം ചേർക്കാനായിട്ട്. ഓക്കെ, സോ ഇവിടെ വേറെല്ല ആൻസർ വരേണ്ടത്, ഇവിടെ വാസ് എന്നാണ് വരേണ്ടത്. ഡോക്ടർ അജിത് പരമേശ്വരൻ വാസ് എ സയന്റിസ്റ്റ് ഫ്രം കേരള. തീർന്നു. ഹിസ് ലവ് ഓഫ് അല്ല, ഹിസ് ലവ് ഫോർ ആണ്. അദ്ദേഹത്തിന്റെ സ്നേഹം എന്തിനോടാണ്? ബുക്കിനോടാണ്, ലേണിങ്ങിനോടാണ്, പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. സോ ഹിസ് ലവ് ഫോർ ലേണിംഗ്, ഹിസ് ലവ് ഫോർ ലേണിംഗ് എന്നാണ് അവിടെ വരേണ്ടത്. ഹിസ് ലവ് ഫോർ learning was nurtured by the books in his local library. ഇനി he spoke about how scientists create. സയന്റിസ്റ്റ് എന്ന് മാത്രമാണെങ്കിൽ അവിടെ ക്രിയേറ്റ്സ് എന്ന് വന്നാനേ, ഇവിടെ എന്താണ്? സയന്റിസ്റ്റ്, സയന്റിസ്റ്റ്സ് എന്നുണ്ട്. അപ്പോൾ അതായത് ഇതെന്താണ്? ഇത് പ്ലൂരൽ ഫോം ആണ്. അപ്പോൾ എന്താണ്? ക്രിയേറ്റ് എന്ന് തന്നെ വരുള്ളൂ. അത് കറക്റ്റ് ആണ്, അതിന് ഒരു തെറ്റും ഇല്ല. അത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? എടുത്ത് എഴുതിയാൽ മതി. ഇനി അടുത്തത്, ഹി നൗ വർക്ക്സ് അറ്റ് ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയറിറ്റിക്കൽ സയൻസ് അറ്റ് ബാംഗ്ലൂരു പറയില്ല, ഇൻ ബാംഗ്ലൂരു എന്നേ പറയുള്ളൂ. ഓക്കെ, ഇൻ ബാംഗ്ലൂരു. ഓക്കെ അല്ലേ? സോ ഇതാണ് എഡിറ്റിംഗിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ചില കേസുകളിൽ മനസ്സിലാക്കേണ്ട കാര്യം, ചില കേസുകളിൽ എഡിറ്റിംഗിന്റെ ചില കേസുകളിൽ ചിലപ്പോൾ കറക്റ്റ് ആൻസർ ആയിരിക്കും ഉണ്ടാവുക, അവർ മനഃപൂർവ്വം അത് തെറ്റാണെന്ന് പറഞ്ഞിടും. അത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ആസ് എ സ്റ്റുഡൻസ് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നത്. സോ ആ ഒരു ട്രാപ്പിൽ നിങ്ങൾ വീഴരുത്. ഓക്കെ, അത് കറക്റ്റ് ആണ് ആക്ച്വലി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കറക്റ്റ് എഡിറ്റിംഗ് ദ പാസേജിൽ എഴുതേണ്ടത്. അപ്പൊ മേക്ക് ഷുവർ ദാറ്റ് ഈ പാസേജ് ഇതുപോലെ തന്നെ എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് എഴുതുക. കറക്റ്റ് ഓപ്ഷൻസ് എഴുതിയിട്ട് ഓപ്ഷൻസിന് ഇതിന് പകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ദാറ്റ് ഇസ് എനഫ്. ഓക്കെ, അല്ലാണ്ട് പാരഗ്രാഫ് എഴുതി നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യരുത്. ജസ്റ്റ് ഓപ്ഷൻസ് എഴുതുക, കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ദാറ്റ് ഇസ് എനഫ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് ആണ്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി അതിലോട്ട് പോവാം. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഡിലേ ചെയ്യൽ, എന്തെങ്കിലും ഒരു കാര്യം പോസ്റ്റ്പോൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ പുട്ട് ഓഫ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഭയങ്കര മഴ കാരണം നമുക്ക് ഇങ്ങനെ പറയാം, ദ ക്രിസ്മസ് എക്സാം വാസ് പുട്ട് ഓഫ് ടു ദ നെക്സ്റ്റ് വീക്ക്. അതായത് ക്രിസ്മസ് എക്സാം പോസ്റ്റ്പോൺ ചെയ്തതിന് വേണ്ടി നെക്സ്റ്റ് വീക്കിലോട്ട് പോസ്റ്റ്പോൺ ചെയ്തു. നമുക്ക് പറയാം put across to explain clearly. For example, I am putting across the important topics for Christmas exam. അതെന്താണ്? put across ന്റെ ഒരു എക്സാമ്പിൾ ആണ്, സെന്റൻസ് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്, ഡിസൈഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ക്ലാസ് കാണാൻ നിങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തു. അപ്പോൾ യു കെൻ സേ ഐ മെയ്ഡ് അപ്പ് മൈ മൈൻഡ് ടു ഗോ അല്ലെങ്കിൽ ടു വാച്ച് ദി ലൈവ് ക്ലാസ്സസ്. അത് നിങ്ങൾക്ക് പറയാം. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ക്ലാസ് ഇനിയും ഒരു 45 മിനിറ്റ്സ് പോകും. അപ്പോൾ ഞാൻ പറയാണ് ദ ക്ലാസ് വിൽ ഗോ ഓൺ ഫോർ 45 മിനിറ്റ്സ്. അതായത് ഇനിയും 45 മിനിറ്റ് ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ലുക്ക് ഫോർവേഡ് ടു, അതെന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുക, അതിന് വേണ്ടിയാണ്. ആന്റിസിപ്പേറ്റ് ചെയ്യുക, ഇത് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ യു ക്യാൻ സേ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ ഇംഗ്ലീഷ്. ഞാൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ്. ഓക്കെ, ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ യു ക്യാൻ സേ ടീച്ചർ ഇസ് ക്യാരിങ് ഓൺ വിത്ത് ഹർ പോർഷൻസ് അല്ലെങ്കിൽ വിത്ത് ഹർ ക്ലാസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യുക, അതിനാണ് നമ്മൾ ക്യാരി ഓൺ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റിലോട്ട് പോകുമ്പോൾ വി ഹാവ് ആൻ ആക്ടിവിറ്റി. ഓക്കെ, സോ എല്ലാവരും അതും ചെയ്ത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞ കാര്യം വെച്ച് തന്നെയുള്ള ഒരു ഇതാണ്. എല്ലാവരും ഒന്ന് കറക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ രവി ഹാസ് ഹാഡ് ആൻ ഇമ്പോർട്ടന്റ് പ്രസന്റേഷൻ അറ്റ് സ്കൂൾ ബട്ട് ഹി കെപ്റ്റ് ട്രൈയിങ് ഡാഷ് ഇറ്റ് ബിക്കോസ് ഹി വാസ് നെർവസ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ ആൻസേഴ്സും കിട്ടും. 1 by 1 നിങ്ങൾ ഫോക്കസ് ചെയ്യണം കേട്ടോ. 1 by 1 നിങ്ങൾ അത് ശ്രദ്ധിച്ച് വായിച്ചിട്ട് അടിയിലുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് നമ്മൾക്ക് അറിയാമെങ്കിൽ എല്ലാവരും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു കാര്യത്തിലും അവിടെ നമുക്ക് ഡിലേ വരില്ല. വൺസ് ഇഫ് വി ആർ ഫെമിലിയർ വിത്ത് ദ മീനിങ്സ് ഓഫ് ഈച്ച് ആൻഡ് എവറി ഫ്രേസൽ വെർബ്സ് എങ്കിൽ അന്നാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. രവി ഹാഡ് an important presentation at school but he kept trying. എല്ലാവരും ഇട്ടോളൂട്ടെ കറക്റ്റ് ആയിട്ട്. ABCD ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് തന്നെ ഇട്ടോളൂ. നമ്മൾ അടിയിലായിരിക്കും ആൻസേഴ്സ് മാർക്ക് ചെയ്ത് പോകാം. അപ്പൊ നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ഇറ്റ് വൺസ് അഗൈൻ. ഓക്കെ, അപ്പൊ രവി ഹാഡ് an important presentation at school but he kept trying to dash it because he was nervous. ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് ഇതിനെ പോസ്റ്റ്പോൺ ചെയ്തു. അപ്പൊ നമുക്കറിയാം പുട്ട് ഓഫ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. When he finally stood in front of the class, he clearly put across his ideas. Okay, ഇനി അടുത്ത് നോക്കിക്കേ. After this, he dashed to join the debate team because he wanted to improve his speaking skill. He made up his mind. അവൻ ഉറപ്പിച്ചു, യെസ് ഇനി എന്ത് ചെയ്യണം? ഇനി കറക്റ്റ് ഡിബേറ്റ് ടീമിൽ ചേർന്നാൽ മാത്രമേ എനിക്ക് എന്റെ സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? He made up his mind. ഇനി അടുത്തത്,
നോക്കിയേ, ഹിസ് ടീച്ചർ എൻകറേജ് ഹിം ടു ഗോ ഓൺ ആൻഡ് പ്രാക്ടീസ് ഡെയിലി സോ ഹി കുഡ് ബിക്കം മോർ കോൺഫിഡന്റ്. ടീച്ചർ എന്ത് ചെയ്തു? അവനെ എൻകറേജ് ചെയ്തു, അവന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യിപ്പിച്ചു. എന്തിനു വേണ്ടി? അടിപൊളിയായിട്ട് സംസാരിക്കാൻ വേണ്ടി. സോ ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക, ഡിബേറ്റ് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുക. എന്തിനു വേണ്ടി? ടു ബിക്കം മോർ കോൺഫിഡന്റ്, കുറച്ചുകൂടെ നല്ലോണം കോൺഫിഡന്റ് ആവാൻ വേണ്ടി എന്ത് ചെയ്യുക? ഹി ഷുഡ് കണ്ടിന്യൂ ഡൂയിങ് ഹിസ് ഡിബേറ്റ് ക്ലാസ്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഫ്രേസൽ വെർബ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ നമ്മുടെ മെറ്റീരിയലിൽ ബാക്കിൽ കുറച്ചും കൂടെ ഫ്രേസൽ വെർബ്സ് കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് റെഫർ ചെയ്താൽ നിങ്ങൾ കുറച്ചും കൂടെ ബ്രോഡ് ഐഡിയ കിട്ടും ഫ്രേസൽ വെർബ്സിനെ പറ്റി. ഓക്കെ, സോ ഇത് തന്നെ ചോദിക്കണം എന്നില്ല. ഓക്കെ, ഈ ഫ്രേസൽ വെർബ്സ് തന്നെ ചോദിക്കണം എന്നില്ല. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഇത് ഏറ്റവും കോമൺ ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന കാര്യമാണ്. ഇത് എടുത്ത് പഠിക്കുന്നത് നമ്മൾ. ഓക്കെ, അത് കൂടാണ്ട് ഒരു ചേഞ്ചിന് വേണ്ടി അവർക്ക് വേണമെങ്കിൽ മാറ്റാം. സോ അതിനുള്ള കാര്യങ്ങൾ മെറ്റീരിയലിന്റെ ഓരോ ചാപ്റ്റേഴ്സിന്റെ ബാക്കിൽ കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പോകുന്നത് പോസിബിൾ ഡിസ്കോഴ്സസിലോട്ടാണ്. സോ എല്ലാവരും റെഡി ആയിട്ടിരുന്നു. ഗ്രാമർ ടോപ്പിക് നമ്മൾ കവർ ചെയ്തു, ബിക്കോസ് ദാറ്റ് വാസ് വെരി സിമ്പിൾ. അതൊരു കേക്ക് വാക്ക് ആയിരുന്നു അല്ലേ? നമ്മൾ തുടങ്ങി നോക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് വാസ് ഇമ്പോർട്ടന്റ്, വുഡ് യു മൈൻഡ്, ആൻഡ് ദെൻ ഹാഡ് ബെറ്റർ, അത് കഴിഞ്ഞിട്ട് ഇഫ് ക്ലോസ് ഉണ്ടായിരുന്നു, ദെൻ ഫ്രേസൽ വെർബ്സ്, അത് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് ചെയ്തു. സോ ഗ്രാമർ ഇസ് വെൽ പാക്ഡ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത എന്തിലോട്ട് പാട്ട്? നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഡിസ്കോഴ്സസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഏറ്റവും ആദ്യം നോക്കുകയാണെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ. നമ്മൾ എക്സാം പേപ്പർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന റീഡിംഗ് കോംപ്രിഹെൻഷന്റെ ക്വസ്റ്റ്യൻ ആണ്. വി കെൻ സീ എ ന്യൂ പാരഗ്രാഫ് അല്ലെ? ഇതുവരെ നമ്മൾ കാണാത്ത ഒരു പാരഗ്രാഫ് ആയിരിക്കും നമുക്ക് അവിടെ ഇപ്പൊ കാണാൻ പറ്റുക അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വെറുതെ ഇപ്പൊ ടോം ഇരുന്ന് ചിരിക്കുന്ന പോലെ നമ്മളും ഇത് അടിപൊളിയാണല്ലോ, കൊള്ളാലോ എന്നുള്ള രീതിയിൽ നമ്മൾ കുറെ നേരം അതിൽ അങ്ങോട്ട് വേസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് വെരി റോങ്. ഓക്കെ, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആക്ച്വലി അത്രയും വലിയൊരു പാരഗ്രാഫ് അവർ തരുന്നത് തന്നെ നമ്മുടെ സമയം, നമ്മൾ എത്രത്തോളം സമയത്തിനെ സൂക്ഷിച്ചാണ് ചെലവഴിക്കുന്നത് നോക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനത്തെ ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ തരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് വായിച്ച് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കി അതിന്റെ ആൻസർ നോക്കി നമ്മൾ വെറുതെ സമയം കളയും. ആൻഡ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ പാരഗ്രാഫ്സ് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. സോ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ ആ ഒരു അൺസീൻ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ വിത്തിൻ 10 minutes നമുക്ക് ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യം വേറൊന്നുമല്ല, നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ നമ്മുടെ ചാപ്റ്റേഴ്സിൽ നിന്നും വരും. അപ്പൊ അവിടെ നമുക്ക് അറിയാം ഓൾറെഡി ചാപ്റ്ററിൽ എന്താണ് നടക്കണേന്ന്, എന്താണ് കാര്യങ്ങൾ പോണേന്നൊക്കെ നമുക്ക് വി ഓൾറെഡി ഹാവ് ദി ഐഡിയ. അപ്പൊ നമുക്ക് അവിടെ കൂടുതൽ ടൈം ചെലവഴിക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷെ ഇതൊരു അൺസീൻ പാസേജ് ആകുമ്പോൾ നമ്മൾ അവിടെ കുറച്ചും കൂടെ ടൈം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും. അത് നമുക്ക് വേണ്ട, നമുക്ക് ബിക്കോസ് ബാക്കി കുറെ ഡിസ്കോഴ്സിൽ നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാം അത്. അപ്പോൾ അതിന്റെ കുറച്ച് മെത്തേഡ് നമുക്ക് നോക്കാം. റീഡ് ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. പാരഗ്രാഫ് കാണുമ്പോൾ തന്നെ പാരഗ്രാഫ് വായിക്കാനുള്ള ഒരു ഇന്റൻഷൻ നമുക്കുള്ളിൽ ഉണ്ടാവും, അത് മാറ്റി വെക്കുക. ആ തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വായിക്കുക. ഓക്കെ, ക്വിക്ലി ഗ്ലാൻസ് അറ്റ് ദ ക്വസ്റ്റ്യൻസ് ബിഫോർ റീഡിംഗ് ദ പാസേജ്. ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി? പാസേജ് വായിക്കാൻ വേണ്ടി. അതായത് ഇപ്പൊ ക്വസ്റ്റ്യൻസിൽ നമുക്കറിയാം ക്വസ്റ്റ്യൻസിൽ ഇന്ന ആൻസർ ആണ് നമുക്ക് തപ്പിയെടുക്കേണ്ടതെന്നുള്ള കാര്യം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ക്വസ്റ്റ്യൻസ് വായിച്ചാൽ നമ്മൾ പാരഗ്രാഫ് വായിക്കുമ്പോൾ എന്താണ് അവിടെ സ്പെഷ്യാലിറ്റി വരുന്നത്? യെസ്, ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചതെന്ന് ഓൾറെഡി നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പൊ നമ്മൾ പാരഗ്രാഫ് വായിക്കുമ്പോൾ ക്വസ്റ്റ്യന്റെ സെയിം കീ പോയിന്റ്സ് നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഞാൻ ക്വസ്റ്റ്യനിൽ വായിച്ചാണ്, അപ്പൊ നമുക്കത് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നമുക്ക് അത്രയും ടൈം അവിടെ സേവ് ചെയ്യാം. നോർമൽ കേസിൽ നമ്മൾ ചെയ്യുന്നതാണ് ആദ്യം നമ്മൾ പാരഗ്രാഫ് വായിക്കുന്നു, പിന്നെ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഓരോ ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ആൻസർ തപ്പുന്നു. അത് വേണ്ട. ക്വസ്റ്റ്യൻസ് വളരെ തെറലി നിങ്ങൾ വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പാരഗ്രാഫിലോട്ട് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ആൻസേഴ്സ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് ആൻസർ ചെയ്യാം. നിങ്ങൾ അതിൽ എഴുതിയ കാര്യം തന്നെ ആൻസർ ആയിട്ട് എഴുതണം എന്നില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ രീതിയിൽ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും? മോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലത്തെ എക്സാക്ട് ലൈൻസ് കോപ്പി ചെയ്യരുത്. നല്ലതായിരിക്കും, നമുക്ക് മാർക്ക് കിട്ടില്ല. നമ്മൾ നമ്മുടെ രീതിക്ക് ആ ലൈൻസിനെ നമ്മുടേതായിട്ടുള്ള പ്രപ്പോസിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അതിനൊന്ന് മോൾഡ് ചെയ്തെടുക്കണം, നമ്മളൊന്ന് ബ്യൂട്ടിഫൈ ചെയ്തെടുക്കണം. പിന്നെ സിമ്പിൾ ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്താൽ മതി. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യരുത്. ദാറ്റ് ഇസ് ഓൾസോ റോങ്. ഇനി മാനേജിങ് ദ ടൈം, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് പാസേജിൽ ഇങ്ങനെ വായിച്ച് അതിൽ തന്നെ ഒരു 20 മിനിറ്റോളം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ചില കുട്ടികൾക്ക് അറിയാം, ചില കുട്ടികൾ എന്ത് ചെയ്യും? കറക്റ്റ് ടൈം വെക്കും. ഈ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി 10 മിനിറ്റ്, നെക്സ്റ്റ് ഒരു ഹാഫ് ആൻ അവർ. അപ്പൊ അങ്ങനെ നമുക്ക് ടൈം ലിമിറ്റ് വെച്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. യെസ്, 1.5-2 മണിക്കൂറിൽ നമുക്ക് പേപ്പർ കംപ്ലീറ്റഡ് ആയി തീർക്കാൻ പറ്റും. ലാസ്റ്റ് ഒരു 5 മിനിറ്റ് ഉണ്ടാകും, അപ്പൊ എനിക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ഐഡിയ വേണം. യു ഷുഡ് മാനേജ് യുവർ ടൈം ഫ്രം ദ ബിഗിനിങ്. ഇപ്പൊ നിങ്ങൾ പാസേജ് റീഡിങ്ങിന് മാക്സിമം 15 മിനിറ്റ് കൊടുക്കുകയാണ്. 15 മിനിറ്റ് തന്നെ അവിടെ ചെയ്യണമെന്നില്ല. 10 മിനിറ്റിൽ തീരുകയാണെങ്കിൽ അത്രയും നല്ലത്. 5 മിനിറ്റ് നമുക്ക് കിട്ടി വേറെ ക്വസ്റ്റ്യൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതാണ് പറയുന്നത്, ഡോണ്ട് സ്പെൻഡ് ടു ലോങ് ഓൺ വൺ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിൽ തന്നെ ദൈവമേ ക്വസ്റ്റ്യൻ എന്താണെന്ന് വിചാരിച്ചിരിക്കരുത്. യു ഷുഡ് മൂവ് അഹെഡ്.
മുൻപോട്ട് പോകണം, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ട്രൈ ബാക്ക് ചെയ്യണം. അല്ലാണ്ട് എപ്പോഴും ആ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചോ, ബിക്കോസ് ലാസ്റ്റ് നമുക്കൊരു 10 മിനിറ്റ് ബാക്കി വരുന്നുണ്ട്, അപ്പൊ നമുക്കത് ചെയ്യാം എന്നും പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ വെക്കരുത്. ശ്രദ്ധിച്ച് വായിച്ച് പോയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല എന്നാണെങ്കിൽ അത് അവിടെ ലീവ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. സ്റ്റിക്ക് ടു ദ പാരഗ്രാഫ്, സ്റ്റിക്ക് ടു ദ പാസേജ്, ഡോണ്ട് യൂസ് ഔട്ട്സൈഡ് നോളജ് ഓർ പേഴ്സണൽ ഒപ്പീനിയൻസ്. നമ്മൾ ചിലപ്പോൾ എന്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ആസ്ട്രോണോട്ടിനെ പറ്റി സംസാരിക്കുകയാണെന്ന് വിചാരിക്കാം. ആ പാരഗ്രാഫിൽ ആസ്ട്രോണോട്ടിനെ പറ്റിയാണുള്ളത്. അപ്പോൾ നമുക്ക് അറിയുന്ന കുറച്ച് ഒപ്പീനിയൻസ് നമ്മൾ അതിൽ ചേർക്കും. ഫസ്റ്റ് ആസ്ട്രോണോട്ട് വാസ് യൂറി ഗഗാരിൻ, അങ്ങനെ ഒന്നും ചേർക്കരുത്. ഓക്കെ, അങ്ങനെ ഒന്നും ചേർക്കരുത്. പാസേജിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആൻസേഴ്സ് ആയിട്ട് എഴുതിയാൽ മതി. ഇപ്പൊ ചോദിക്കുകയാണ്, ആ പാസേജിൽ ചിലപ്പോൾ ഒരാളെ പറ്റി പറയാം, അപ്പൊ അയാളെ പറ്റി മാത്രം എഴുതുക. അല്ലാണ്ട് യൂറി ഗഗാറിനെ പറ്റിയോ വാലന്റീന ടെലഷ്കോവിനെ പറ്റിയോ അങ്ങനെ ഒന്നും എഴുതരുത്. ഓക്കെ, നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ മാത്രം, അതായത് ആ പാസേജിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്ത് എഴുതുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പാസേജ് റീഡിങ്ങിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഇമെയിൽ റൈറ്റിംഗ്. നിങ്ങൾ ബേസിക് ആയിട്ട് അതിന്റെ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ മതി. ബാക്കി എന്തൊരു ഇമെയിൽ വന്നാലും എല്ലാ ചാപ്റ്ററിൽ നിന്നും ഡയറി ഉണ്ട്, ലെറ്റർ ഉണ്ട്, അതിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാനുള്ളതേ ഉള്ളൂ ഇമെയിൽ. പക്ഷെ നമ്മൾ ഡയറി എഴുതുമ്പോഴും ലെറ്റർ എഴുതുമ്പോഴും ദ കണ്ടന്റ് ഇസ് ക്വൈറ്റ് ലോങ്. പക്ഷെ ഇമെയിൽ നമ്മൾ ടു ദ പോയിന്റ് കാര്യങ്ങൾ പറയാൻ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. Question നമുക്ക് നോക്കാം. Mrs. Jonas was extremely happy that she could guide a young lad like Roger on his right path. She shares her experience with one of her friend through an email. Write the likely email. അതായത് ജോണസ് വളരെയധികം സന്തുഷ്ടയായിരുന്നു. ബിക്കോസ് ഒരു യങ് ലാഡ് എന്ന് പറഞ്ഞ ഒരു യങ് കിഡ് ആയിട്ടുള്ള റോജറിന് നല്ലൊരു പാതയിലൂടെ പോകാൻ വേണ്ടി ഷീ ഹെൽപ്ഡ്. ഓക്കെ, സോ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ് എന്ത് ചെയ്യാണ്, ഒരു ഫ്രണ്ടിന് ലെറ്റർ എഴുതാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഫ്രണ്ടിന് ഇമെയിൽ എഴുതുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഇമെയിൽ നോക്കാം. ഇതാണ് നമ്മുടെ ഇമെയിൽ. ആദ്യം നമ്മൾ ഫ്രം അഡ്രസ് എഴുതണം. നമുക്കറിയാം മിസ്സസ് ജോണസ് ആണ് ഇമെയിൽ എഴുതുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഇമെയിൽ ഒന്നും എഴുതരുത് കേട്ടോ, ദാറ്റ്സ് റോങ്. അപ്പൊ ഫ്രം എന്താ എഴുതുക, മിസ്സസ് ജോണസ് @gmail.com. ജിമെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തെറ്റൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജിമെയിൽ എഴുതാം. പക്ഷെ മിസ്സസ് ജോണസിന്റെ പേര് ഫ്രമിൽ എന്തായാലും വരണം കേട്ടോ. ഇനി 2 ക്ലാര ജോസഫ്, അത് ഫ്രണ്ടാണ്, മിസ്സസ് ജോണസിന്റെ ഫ്രണ്ടാണ്. അപ്പൊ ക്ലാര ആകാം, ടോമി ആകാം, ജോൺ ആകാം, ജോർജ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം, ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, സോ ക്ലാര ജോസഫ് @gmail.com. സബ്ജക്ട് എഴുതുക റീസ്റ്റോർ ദ സബ്ജക്ട് ഇവിടെ വരുന്ന എന്താണ്, സബ്ജക്ട് എന്താണ്, യു ക്യാൻ റൈറ്റ് ദ യങ് കിഡ് whom I helped. ഓക്കെ, ഞാൻ സഹായിച്ച ഒരു യങ് കിഡിനെ പറ്റി, ഒരു യങ് ആയിട്ടുള്ള ഒരു കുട്ടീനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ദ യങ് കിഡ് ഹും ഐ ഹെൽപ്ഡ്, ഞാൻ സഹായിച്ച ഒരു കുട്ടി. അപ്പൊ നമുക്ക് നോക്കാം. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. I had a surprisingly yet meaningful experience today. ആദ്യം നമ്മൾ ബേസിക്കലി പറയുന്ന പോലെ ഡിയർ ഫ്രണ്ട്, ഓർ യു ക്യാൻ റൈറ്റ് ഡിയർ ക്ലാര, നോ പ്രോബ്ലം എന്നിട്ട് എഴുതാം ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നീ സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. A young boy tried to snatch my purse. ഇന്നൊരു കുട്ടി എൻ്റെ പേഴ്സ് വലിച്ചു പറിച്ച് ഇത് തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തി. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് പണിഷിങ് ഹിം, ആ കുട്ടിനെ പണിഷ് ചെയ്യേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഐ ഹെൽപ്ഡ് ഹിം ബൈ ടേക്കിംഗ് ഹിം ഹോം. ഞാൻ അവനെ പണിഷ് ചെയ്യേണ്ടി ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോയി എന്ന് പറയാണ്. ക്ലീനിങ് ഹിം അപ്പ്, അവനെ വൃത്തിയാക്കി, അവനോട് മുഖം കഴുകാൻ പറഞ്ഞു, അവന് ഭക്ഷണം കൊടുത്തു, അവന് ആവശ്യമുള്ള പൈസയും കൊടുത്തു. എന്ത് വാങ്ങാനാണ്, എന്ത് കളറിലെ ഷൂ വാങ്ങാനാണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിലിട്ടെ. ഷൂ വാങ്ങാനാണെന്ന് പറയുന്നുണ്ട്, എന്ത് കളറിലെ ഷൂ ആണല്ലോ, എന്ത് ടൈപ്പ് ഓഫ് ഷൂ വാങ്ങാനാണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ചാപ്റ്റർ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിലിട്ടത്. എന്ത് ടൈപ്പ് ഓഫ് ഷൂ വാങ്ങാനായിരുന്നു ആ കുട്ടിക്ക് പൈസ $10 വേണ്ടത്, എന്തിനു വേണ്ടിയായിരുന്നു. ഇനി നോക്കിയേ, ഇറ്റ് felt good to guide him towards the right path and I hope he remembers his lesson and grows up to be a good person. അപ്പോൾ കുട്ടി പറയാണ്, വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി, അവൻ ഇത്രയും നല്ലൊരു പാതയിലൂടെ അവനെ നല്ലവണ്ണം ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ആൻഡ് ഞാൻ ആഗ്രഹിക്കുകയാണ് അവൻ ഇതിനെ നല്ലൊരാളായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അത്രയും മതി. അല്ലാണ്ട് പറയണ്ട ഞാൻ സ്നാച്ച് ചെയ്തു, അവൻ എൻ്റെ പേഴ്സ് സ്നാച്ച് ചെയ്തു, ഞാൻ തിരിച്ച് സ്നാച്ച് ചെയ്തു, അപ്പോൾ അവൻ വീണപ്പോൾ എഴുന്നേറ്റപ്പോൾ ഞാൻ അവനെ പിടിച്ചു, അങ്ങനെ ഒന്നും പറയണ്ട. കോളറിൽ പിടിച്ചു, നത്തിങ്, അതൊന്നും പറയണ്ട. നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ മതി. അല്ലാണ്ട് എപ്പോഴും നിങ്ങൾ സ്റ്റോറിയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ദാറ്റ് വോണ്ട് ബി യൂസ്ഫുൾ. ഓക്കെ, ഇമെയിൽ എന്ന് പറഞ്ഞാൽ ദ കണ്ടന്റ്, നമ്മൾ എഴുതുന്ന കണ്ടന്റ് ഷുഡ് ബി സ്മോൾ ആൻഡ് എവറി കണ്ടന്റ് ഷുഡ് ബി ദെയർ. ചെറുതായിരിക്കണം, പക്ഷെ ചെറിയ കാര്യത്തിൽ നമ്മൾ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കണം. ഓക്കെ, ഇനി യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി മിസ്സസ് ജോണസ്ബർഗ്. ഓക്കെ,
അപ്പൊ നിങ്ങൾ എന്ത് എഴുതിയണം? ഇത്ര എഴുതിയാൽ മതി, ഫ്രം ടു സബ്ജക്ട്. നിങ്ങൾ ഫോർമാറ്റ് എഴുതിയെടുത്തോട്ടെ. ഓക്കെ, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ വെറുതെ ഇട്ടുന്നുള്ളൂ, നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഏതൊരു ക്വസ്റ്റ്യനും അവർക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എഴുതിക്കോളൂ, ഫ്രം ടു സബ്ജക്ട് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വിടുക, ദെൻ ഡിയർ സാല്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് കോമേറ്റഡ് യു ക്യാൻ റൈറ്റ് ദി ബോഡി ഓഫ് ദ കണ്ടന്റ്. ഇതാണ് ബോഡി ഓഫ് ദി കണ്ടന്റ്. ഓക്കെ, ബോഡി ഓഫ് ദ കണ്ടന്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി കോംപ്ലിമെന്ററി ക്ലോസ് എഴുതുക. പിന്നെ നെയിം, അത് കഴിഞ്ഞിട്ട് പ്ലേസ്. ഓക്കെ, നെയിം കൊടുക്കുക ആൻഡ് ദെൻ പ്ലേസ് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. സെറ്റ് അല്ലേ? ഓക്കെ, ഓക്കെ അല്ലേ? ഇമെയിൽ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡിസ്കോഴ്സ് നമ്മുടെ കഴിഞ്ഞു. ഇമെയിൽ ആണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത്. ഇനി അടുത്തതാണ് ക്യാരക്ടർ സ്കെച്ച്. ഇതിനെ പറ്റി നമുക്ക് കുറച്ചൊന്ന് സംസാരിക്കാനുണ്ട്. ബിക്കോസ് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് നമ്മളോട് ക്രിസ്മസ് ഓണം എക്സാമിന് ചോദിച്ചാൽ. ഇറ്റ് വാസ് വെരി സർപ്രൈസിങ്. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല, അയ്യോ ഇദ്ദേഹത്തിന്റെ ചോദിക്കും എന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ട്. നമ്മൾ മണിയുടെ പഠിച്ചിട്ട് പോകുന്നു, നമ്മുടെ ഗ്രാനയുടെ പഠിച്ചിട്ട് പോകുന്നു, നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ലൈഫിന്റെ നറേറ്ററിന്റെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചിട്ട് പോകുന്നു. പക്ഷേ ചോദിച്ചത് ആരുടെ ആയിരുന്നു? യെസ്, എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിലിട്ട് ആരുടെയാണ് ചോദിച്ചത്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളുടെ. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവൻ ആ ഒരു കുട്ടിയുടെ മെയിൻ ഡെയിലി റുട്ടീൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മെയിൻ ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് എഴുതാൻ പറ്റി. നൗ നമ്മൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് മലാല. ഓക്കെ, മലാലയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സി, യൂഷ്വലി നമ്മൾ ഒരു കഥ, ഒരു പുതിയ സ്റ്റോറി പഠിക്കും, അതിലത്തെ ക്യാരക്ടേഴ്സിന്റെ ആണ് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറ്. റിയൽ ആയിട്ട് ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുക എന്ന് പറഞ്ഞത് ആസ് യൂഷ്വൽ അത് യൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ ഇത്തവണ ലാസ്റ്റ് എക്സാമിന് യങ് അബ്ദുൽ കലാമിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ച സ്ഥിതിക്ക് മലാലയുടെ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മലാലയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. You all know who Malala is. Malala Yousafzai, the Nobel Prize winner, the youngest Nobel Prize winner in the world. Okay, അപ്പൊ നമുക്ക് നോക്കാം. Malala is a brave, determined and compassionate girl. ഓക്കെ, ഭയങ്കര ബ്രേവ് ആണ്. ഷീസ് ഡിറ്റർമൈൻഡ്. ഒരു പ്രവൃത്തി ചെയ്യണം എന്ന് ഉറപ്പിച്ചാൽ അത് ചെയ്യും. അത് ഷീസ് വെരി മച്ച് ഡിറ്റർമൈൻഡ്. ഓക്കെ, ഷീ സ്ട്രോങ്ലി ബിലീവ്സ് ദാറ്റ് എഡ്യൂക്കേഷൻ ഇസ് ദ റൈറ്റ് ഓഫ് എവറി ചൈൽഡ്. എല്ലാ കുട്ടികളുടെയും ഒരു റൈറ്റ് ആണ് എന്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. എസ്പെഷ്യലി ഗേൾസിന്റെ റൈറ്റ് ആണെന്നാണ് പറയുന്നത്. ഫ്രം എ യങ് ഏജ്, വളരെ ചെറിയ പ്രായം തുടങ്ങി എന്താണ്, ഷീ വാസ് ഇന്റലിജന്റ്, വളരെ ബുദ്ധിമതിയായിരുന്നു ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. വിന്നിങ് മെനി പ്രൈസ് ഇൻ സ്കൂളിൽ കുറെ പ്രൈസുകൾ വിൻ ചെയ്തിട്ടുണ്ട്. ഇനി മലാല വാസ് നോട്ട് അഫ്രേഡ് ടു സ്പീക്ക് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്. അതായത് തെറ്റായിട്ടുള്ള ഒരു കാര്യം കാണുന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ മലാലയ്ക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഷി വാസ് വെരി ആക്റ്റീവ് ഇൻ എവറിഥിങ്. ഓക്കെ, ഇനി നോക്കി, ഷീ ഷോഡ് ഗ്രേറ്റ് കറേജ്. വളരെയധികം കറേജ് കാണിച്ചു ബൈ കണ്ടിന്യൂയിങ് ഹെർ ഫൈറ്റ് ഫോർ ഗേൾസ്. ഓക്കെ, ഗേൾസ് എഡ്യൂക്കേഷനോടുള്ള ഒരു ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അതായത് കുറെ ത്രെഡ്സ് കിട്ടി, അച്ഛനെ കൊല്ലൂന്ന് ഭീഷണിപ്പെടുത്തി, തനക്ക് തന്നെ കുറെ പ്രശ്നങ്ങൾ പറ്റി, എന്നിട്ട് പിന്മാറിയില്ല. എന്ത് ചെയ്തു? താൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാസ്റ്റിൽ പറയുന്നത് മലാലാസ് ലൈഫ് ടീച്ചേഴ്സ് us that one strong voice can bring change to the world. ഒരു ചെറിയ ശബ്ദം, ഒരു ചെറിയ അലറി വിളിക്കൽ മതി, ഒരാൾ സംസാരിച്ചാൽ മതി, നമുക്ക് കുറെ ചേഞ്ചുകൾ ലോകത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതൊന്ന് നോക്കി വെക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ മലയാളയുടെ ക്യാരക്ടർ സ്കെച്ച് ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ടെൻഷൻ വേണ്ട, ബിക്കോസ് ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് നമ്മൾ നോക്കിയിട്ടുണ്ട്. നെക്സ്റ്റ്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ നറേറ്റർ. ഓക്കെ, എൻജിൻ ട്രബിളിലെ നറേറ്റർ ആണ്. എൻജിൻ ട്രബിളിലെ നറേറ്ററിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. The narrator is a simple and innocent man who unexpectedly wins a huge engine in a lottery. ഓക്കെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റോഡ് റോളർ അല്ലേ, ഒരു എൻജിൻ താൻ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഭയങ്കര സിമ്പിൾ പേഴ്സൺ ആണ്. ഹീസ് വെരി ഇന്നസെന്റ് പേഴ്സൺ. അപ്പൊ ലോട്ടറി അടിക്കുന്നുണ്ടല്ലേ. He is humble and easily confused, especially when faced with responsibility he cannot manage. തനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, കുറെ കാര്യങ്ങൾ നേരിടുമ്പോൾ, ദൈവമേ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിൽ എത്തുന്നുണ്ട് ആര്? നമ്മുടെ നറേറ്റർ. His affection is shown when he visits the engine daily and admires its shining parts. അതായത് തന്റെ എൻജിൻ, തന്റെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ എൻജിൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പോയി നോക്കുന്നുണ്ട്, അതിന്റെ പൊടി തട്ടി കളയുന്നുണ്ട്, അത് ഷൈൻ ആകുന്നൊക്കെ നോക്കി ആസ്വദിക്കുന്നുണ്ട്. അതെന്താണ്? തനക്ക് അത്രയും ഇഷ്ടമാണ് ആ ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. Though helpless and dependent on others, his honesty and human struggle make him a lovable and relatable characters. Okay, so ഭയങ്കര ഹെൽപ്ലെസ് സിറ്റുവേഷൻസിൽ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ പിന്നീടാണ് അവിടെ ഒരു എർത്ത് വന്നിട്ട് തന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നത്. അപ്പൊ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, മറ്റുള്ള ആൾക്കാര്
ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഹെൽപ്പിനായാലും പ്രീസ്റ്റിനെ, എലിഫന്റിനെ, കൂലീസിനെ, തന്റെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ടെങ്കിലും അവസാനം പിന്നെയും പ്രശ്നത്തിലേക്ക് അത് പോകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭയങ്കര ഹെൽപ്ലെസ് ആണ് ആൻഡ് ഹി ഈസ് ഓൾസോ ഡിപ്പെൻഡന്റ് ഓൺ അതേഴ്സ്. ഓക്കെ, പക്ഷെ എന്നാലും എന്താണ്, ഭയങ്കര ഓണസ്റ്റി ആണ്, ഉള്ളിൻ്റെ ഉള്ളിൽ സത്യസന്ധത ഉള്ളത് കൊണ്ട് എന്താണ്, പ്രശ്നങ്ങൾ അവസാനം ഓക്കെ ആകുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ 2 ക്യാരക്ടേഴ്സ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് സ്പോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഡയറി എൻട്രി. അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് ഡയറി എൻട്രി. ഓക്കെ, ഡയറി എൻട്രിയിൽ ഫോർമാറ്റ് നമുക്കൊന്ന് നോക്കാം. ഡേറ്റ് വേണം, ഡേ വേണം. ഡേറ്റിന്റെ ഫോർമാറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഡേന്റെ ഫോർമാറ്റ്, ഡേ കറക്റ്റ് ആയിട്ട് എഴുതുക. വെഡ്, മന്ത്, സൺ അങ്ങനെ ഒന്നും എഴുതുന്നതിന് പകരം റൈറ്റ് ദി ആക്യുറേറ്റ് ഡേറ്റ്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബിക്കോസ് സ്കൂളിലെ ടീച്ചേഴ്സ് ആണ് എക്സാം പേപ്പർ ചെക്ക് ചെയ്യുന്നത്. സോ സ്കൂളിലത്തെ ഫോർമാറ്റിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഇൻ കേസ് ഓഫ് ഡയറിയുടെ കേസ് മാത്രം ഉണ്ടാ പറയുന്നത്, എല്ലാത്തിന്റെയും കേസല്ല, ഡയറിയുടെ കേസ് മാത്രമാണ് പറയുന്നത്. ഡിയർ ഡയറി എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷേ യു ക്യാൻ റൈറ്റ് ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണെന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഡയറി സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ചാപ്റ്ററിൽ ഈ സ്പീച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റു വീട്ടിൽ വന്ന് എഴുതുന്ന ഡയറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആഫ്റ്റർ ഡെലിവറിംഗ് എ സ്പീച്ച്, നെഹ്റു എക്സ്പ്രസസ് ഹിസ് ഫീലിംഗ്സ് ഓൺ ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് ഇൻ ഹിസ് ഡയറി. റൈറ്റ് എ പോസിബിൾ ഡയറി എൻട്രി. ഒരു പോസിബിൾ ഡയറി എൻട്രി എഴുതാനാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതുന്നു, ആദ്യം ഡേറ്റ് എഴുതുന്നു, ഡേ എഴുതുന്നു. നൗ നെക്സ്റ്റ്, ടുഡേ ഈസ് ദ മോസ്റ്റ് മെമ്മറബിൾ ഡേ ഓഫ് മൈ ലൈഫ് ആൻഡ് ഇൻ ദ ലൈഫ് ഓഫ് ആ ഗ്രേറ്റ് നേഷൻ. ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് എൻ്റെ ജീവിതത്തിലും നമ്മുടെ നേഷൻ ഇന്ത്യയുടെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒട്ടും മറക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്നെന്ന് പറയാണ്. അത് സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ്, അതായത് കറക്റ്റ് 12 മണി ആയപ്പോൾ എന്താണ്, ഇന്ത്യ വോക്ക് ടു ഫ്രീഡം ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് സ്ട്രഗിൾ ആൻഡ് സാക്രിഫൈസ്. അതായത് കുറെ നാളുകളുടെ പരിശ്രമത്തിന് ശേഷം 12 മണിക്കാണ് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയത്. മൈ ഹാർട്ട് is filled with joy, pride and great emotions as I delivered the speech, A Tryst with Destiny. A Tryst with Destiny എന്ന് പറയുന്ന സ്പീച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ കുറെ അധികം സന്തോഷം, അഭിമാനം, അതുപോലെ തന്നെ വളരെയധികം ഡീപ്പ് ഇമോഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറയാണ്. I could feel the spirit of our freedom fighters around me. എൻ്റെ ചുറ്റും എനിക്ക് എൻ്റെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ആ ഒരു സ്പിരിറ്റ്, അവരുടെ ആ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് കാണാൻ പറ്റി എന്ന് പറയാണ്. ഗാന്ധിജി, പട്ടേൽ ആൻഡ് കൗണ്ട്ലെസ് അതർ who gave their life in the moment for this moment. ഈ ഒരു സാധനം, ഈ ഒരു സംഭവം കിട്ടാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് കാണാൻ പറ്റി എന്ന് പറയാണ്. I reminded my people that freedom brings great responsibility. ഓക്കെ, ഫ്രീഡം കിട്ടി എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് ലൂസ് ഗോയിങ് ആയിട്ട് പോകാൻ പറ്റില്ല, പക്ഷെ അത് കുറെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് തരുന്നുണ്ട്. Now begins a new journey to build a strong, united and peaceful India free from poverty and inequality. ഓക്കെ, ഇനിയാണ് നമുക്ക് നല്ല ഒരു നേഷൻ ആക്കി നമുക്ക് ഇന്ത്യനെ എന്ത് ചെയ്യേണ്ടത്, മാറ്റേണ്ടത്. Though we have gained independence, our real work starts today. ഇൻഡിപെൻഡൻസ് കിട്ടിയെങ്കിലും നമ്മുടെ പണി തുടങ്ങുന്നത് ഇന്ന് തുടങ്ങിയാണ്. നമ്മുടെ രാജ്യത്തിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ള ഒരു പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. I pray that every citizen will work with honesty and love to make India a land of justice and happiness. ഓക്കെ, അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാ ആൾക്കാരും സത്യസന്ധതയോടുകൂടി വർക്ക് ചെയ്ത് ഇന്ത്യൻ ഒരു നല്ല ഒരു രാജ്യമാക്കി മാറ്റുമെന്ന് എൻ്റെ പ്രതീക്ഷയോടുകൂടി അദ്ദേഹം എന്ത് ചെയ്യണം, ആ ലെറ്റർ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, സോ ഡയറി എന്നൊക്കെ പറയുമ്പോൾ യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ രീതിക്ക് കുറെ കാര്യങ്ങൾ ഫ്രെയിം ചെയ്ത് എഴുതാൻ പറ്റും. No one is going to question you on that. ഒരിക്കലും ചോദിക്കില്ല എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതാൻ പാടില്ലല്ലോ. നോ, ഫോർമാറ്റ് പക്ക പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് കണ്ടന്റ് മാറ്റി എഴുതാൻ പറ്റും. പക്ഷെ യു ഷുഡ് നോ എന്താണ് ആ ചാപ്റ്ററിൽ ഉള്ളത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സോ ഈ ഒരു ഡയറി നിങ്ങൾ പഠിച്ചു വെക്കാൻ നല്ലതാണ്, ബിക്കോസ് ആ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ഒരു സമ്മറിയാണ് നമുക്കിതിൽ കാണാൻ പറ്റുക. പക്ഷെ ജവഹർലാൽ നെഹ്റു പറയുന്ന ഒരു സമ്മറിയാണത്. ഓക്കെ, അല്ലാണ്ട് ലൈൻ ബൈ ലൈൻ സമ്മറി അല്ല, നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. Now the next one is profile writing. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. 5 മാർക്കിന്റെ ചോദ്യമാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാണ്, എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ you can easily score good marks. ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. അപ്പൊ നമുക്ക് ഇനി പ്രൊഫൈൽ റൈറ്റിംഗിലോട്ട് പോവാം. യെസ്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്, നമുക്ക് നോക്കാം. ബർത്ത് ഡേറ്റ് ഷുഡ് ഓൾവേസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി സിമ്പിൾ പാസ്റ്റ് ഫോം. സിമ്പിൾ പാസ്റ്റ് ഫോമിൽ വേണം പറയാൻ വേണ്ടി വാസ് ബോൺ, ഓൺ, വാസ് ബോൺ,
ഇൻ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി എപ്പോഴാണ് നമ്മൾ വാസ് ബോൺ ഓൺ യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് വാസ് ബോൺ ഇൻ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വാസ് ബോൺ ഓൺ നോക്കിയേ, കറക്റ്റ് ഡേറ്റ് 30th March 1960. കറക്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വാസ് ബോൺ ഓൺ വെച്ചിട്ട് പറയാൻ പാടുള്ളൂ. ചില ആൾക്കാർ ജനിച്ച ദിവസം നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് മാസം കറക്റ്റ് ആയിട്ട് ഓർമ്മ ഉണ്ടാവും. അപ്പൊ നമ്മൾ മാസവും വർഷവും മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എഴുതുള്ളൂ. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, വാസ് ബോൺ ഇൻ March 2000 എന്ന് പറയണം. ഓക്കെ, അത് മാത്രം നോക്കിയാൽ മതി. വാസ് ബോൺ ഓൺ എന്ന് പറയുമ്പോൾ പക്കാ ഡേറ്റ് നമ്മുടെ അടുത്തുണ്ട്. വാസ് ബോൺ ഇൻ എന്ന് പറയുമ്പോൾ എന്താണ്, മാസവും വർഷവും മാത്രമേ ഉള്ളൂ. സോ അങ്ങനത്തെ കേസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അവിടെ വാസ് ബോൺ ഇൻ ആഡ് ചെയ്യേണ്ടത്. ഇനി വർക്ക്സ്, അദ്ദേഹത്തിന്റെ വർക്ക്സ് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഹിസ് വർക്ക്സ് ആർ, ഹിസ് മേജർ വർക്ക്സ് ആർ എന്ന് പറയും. ഹിസ് മേജർ വർക്ക്സ് വേർ എന്ന് നമ്മൾ പറയില്ല, ആർ എപ്പോഴും പ്രസന്റ് ടെൻസിൽ വേണം അത് പറയാൻ വേണ്ടി. ബിക്കോസ് ഇന്നും ആ ബുക്ക് ആൾക്കാർ വായിക്കുന്നുണ്ട്. ഓക്കെ, അല്ലാണ്ട് വെറുതെ നമ്മൾ പറയാണ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ബുക്ക് ആയിരുന്നിട്ടാ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ബിക്കോസ് ഇന്നും ആൾക്കാർ ആ ബുക്ക് വായിക്കുന്നുണ്ട്. സോ യു ഷുഡ് സേ ഹിസ് വർക്ക്സ് ആർ, അദ്ദേഹത്തിന്റെ വർക്കുകൾ ഏതൊക്കെ എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് നോക്കാം. പ്രിപ്പയർ എ ബ്രീഫ് പ്രൊഫൈൽ ഓഫ് ജവഹർലാൽ നെഹ്റു ബേസ്ഡ് ഓൺ ദ ഹിന്റ്സ് ഗിവൻ ബിലോ. അടിയിൽ കൊടുത്തിരിക്കുന്ന ഹിന്റ്സ് പ്രകാരം ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് ഹിന്റുകൾ. നെയിം കൊടുത്തിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു, ബർത്ത് 14th November 1989, അലഹബാദിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്ത്യൻ സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്നുണ്ട്, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്യുപ്പേഷൻ, അദ്ദേഹത്തിന്റെ ജോലി പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു. ബിക്കോസ് പ്രൈം മിനിസ്റ്ററിന് എടുത്ത് പറയേണ്ട പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, റൈറ്റർ ആയിരുന്നു. മേജർ വർക്ക് ഗ്ലിംസസ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി, ആൻ ഓട്ടോബയോഗ്രഫി, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. വർഷങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ വർഷങ്ങൾ എടുത്തെഴുതുമ്പോൾ നമ്മൾ ഇന്ന് ചേർക്കണം. ഗ്ലിംസസ് ഓഫ് ഇന്ത്യ ഇൻ 1934, ഓട്ടോബയോഗ്രഫി ഇൻ 1936 ആൻഡ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇൻ 1946. സോ ഇങ്ങനെ 3 വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ 2 വർക്ക് മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 വർക്ക്സ് കൊടുത്തിട്ട് നമ്മളൊരു ആൻഡ് ചേർത്തിട്ട് വേണം നെക്സ്റ്റ് വർക്ക് കൊടുക്കാൻ വേണ്ടി. സോ അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനത്തെ കുറച്ച് കൺജങ്ഷൻസും പ്രിപ്പോസിഷനും ചേർത്താൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 5 മാർക്ക് കയ്യിലിരിക്കും. വെറുതെ കളയണോ, ഓൾറെഡി കണ്ടന്റ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഈ കണ്ടന്റ് എല്ലാവരും ഒറ്റ പാരഗ്രാഫ് ആക്കിയാൽ മതി. ഡെത്ത്, മരിച്ച ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 24th May 1964. ഇദ്ദേഹം മരിക്കുമ്പോഴും ഇദ്ദേഹം എന്ത് തന്നെയായിരുന്നു, പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പൊ നമ്മൾ തുടങ്ങിയാണ്. ജവഹർലാൽ നെഹ്റു. Okay, the famous political leader and writer Jawaharlal Nehru was born on 14th November 1989 in Allahabad. See, ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ആദ്യം എഴുതണമെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ വെറുതെ എടുത്തെഴുതേണ്ട കാര്യം വരില്ല. ബിക്കോസ് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത പൊളിറ്റിക്കൽ ലീഡറും റൈറ്ററുമായ ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും അത് എഴുതണ്ട. അപ്പൊ നിങ്ങൾക്ക് ഈ കണ്ടന്റ് നമ്മളത് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ നമ്മളോട് പറയുമെങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ബർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ മരിച്ച കാര്യം എഴുതരുത്. ബിക്കോസ് അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ, സോ അങ്ങനെ. പക്ഷെ ഈ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ആദ്യം എഴുതാം. ബിക്കോസ് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡർ ആണ്, റൈറ്റർ ആയിരുന്നു. അപ്പൊ നമുക്കത് ആദ്യം എഴുതാം. ഓക്കെ, ഇനി നോക്കിക്കേ. ഹി വാസ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്സ്മാൻ ആൻഡ് സെർവ്ഡ് ആസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അത് നമുക്കറിയാം. ഹിസ് മേജർ വർക്ക്സ് ആർ എന്തൊക്കെയാണ് നമുക്ക് എഴുതാം. ഗ്ലിംസസ് ഓഫ് ദ വേൾഡ്, ഇവിടെ ഡേറ്റ് എഴുതണം കേട്ടോ, ഇൻ 1934. അങ്ങനെ എഴുതും എന്ന് വിചാരിച്ചാണ് അങ്ങനെ കൊടുത്തത്. പക്ഷെ അങ്ങനെ എഴുതരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഇൻ 1934 നമ്മൾ എടുത്ത് എഴുതണം. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓട്ടോബയോഗ്രഫി നമ്മൾ എന്ത് ചെയ്യണം, യെസ്, വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, യെസ്, വെരി ഗുഡ്, ഇൻ 1936. ആൻഡ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇൻ 1946. ഓക്കെ, ഇനി ആൻഡ് കണ്ടിന്യൂസ് ടു ബി റീഡ് ബൈ മില്യൺസ് അറൗണ്ട് ദ വേൾഡ്. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ആൻഡ് ദെൻ യു ക്യാൻ റൈറ്റ് ഹി പാസ്ഡ് അവേ ഓൺ ഡേറ്റ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 27th May 1964. ഹി പാസ്ഡ് അവേ ഓൺ, ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഹി പാസ്ഡ് അവേ ഓൺ കറക്റ്റ് ആയിട്ട് ഡേറ്റ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൊഫൈൽ റൈറ്റിംഗിൽ നോക്കേണ്ടത്. ഈസി അല്ലേ? സിമ്പിൾ ആണെങ്കിൽ എല്ലാവരും ഒന്ന് യെസ് ഇത് ഈസിയാണ്, നമുക്ക് ഫോർമാറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി പോകും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ഫോർമൽ ഇൻഫോർമൽ ലെറ്റർ. ഇത് വീണ്ടും ജവഹർലാൽ നെഹ്റുവിന്റെ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ഫോർമൽ ലെറ്ററിന്റെ ആ ഒരു
ഫോർമാറ്റ് നോക്കിയിട്ട് നമുക്ക് അടുത്തിലോട്ട് പോകാം. സെൻഡേഴ്സ് അഡ്രസ് എഴുതുക, ഡേറ്റ് എഴുതുക, സാലുട്ടേഷൻ എഴുതുക. ബോഡി ഓഫ് ദ ലെറ്റർ നമ്മൾ എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ, കണ്ടന്റ്, കൺക്ലൂഷൻ, പാരസേജിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. പിന്നെ നമ്മൾ കോംപ്ലിമെന്ററി ക്ലോസ് കൊടുക്കുക, അതായത് യോസ് ഫെയ്ത്ത്ഫുള്ളി, യോസ് ട്രൂലി, യോസ് ലവിംഗ്ലി, എനിത്തിങ് അക്കോർഡിംഗ് ടു യു. പേര് കൊടുക്കുക ആൻഡ് ദെൻ ടുവേർഡ്സ് ദ ലാസ്റ്റ് SD, സിഗ്നേച്ചർ ചെയ്തതിന്റെ ഇൻഡിക്കേഷൻ ആണ് SD. അതും കൂടെ കൊടുക്കുക. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ട് ഈ ഫോർമാറ്റ് മാത്രം എഴുതിയെടുത്താൽ മതി. ബാക്കി ദ ബോഡി ഓഫ് ലെറ്റർ യു ക്യാൻ ഡു ഇറ്റ് അക്കോർഡിംഗ് ടു യു, നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. Nehru in his speech calls all citizens to live and work together on the path of prosperity. Imagine you share this vision with one of your friends through the letter, writes a likely letter. നമ്മളോട് ലെറ്റർ എഴുതാൻ പറയാണ് നമ്മളൊരു കൂട്ടുകാരൻ. നെഹ്റുവിന്റെ സ്പീച്ച് കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാം. സിമ്പിൾ ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹൗസ് നമ്പർ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ജസ്റ്റ് ലൈനുകൾ വിടണം കേട്ടോ. ഓക്കെ, ഇതിപ്പോ എഴുതിയ നിങ്ങൾക്ക് അത് കറക്റ്റ് അത് ഫോർമാറ്റിൽ കാണാൻ വേണ്ടിയാണ് ഇത്ര എഴുതിയത്. പക്ഷെ ലൈൻ അവിടെ വിടുന്നത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഇതെന്താണ്? നമ്മുടെ സെൻഡേഴ്സ് അഡ്രസ് ആണ്. ഓക്കെ, സെൻഡേഴ്സ് അഡ്രസ് ആണ്. ഇനി ഇതെന്താണ്? ഇത് ഡേറ്റ് ആണ്. ഇനി ഇത് എന്താണ്? ഇത് സാല്യൂട്ടേഷൻ ആണ്. സാല്യൂട്ടേഷൻ. ഓക്കെ ഓക്കെ, ഇതുവരെ കറക്റ്റ് ഇതുവരെ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറൊന്നുമല്ല. നോക്കിക്കേ, കണ്ടന്റിലോട്ട് പോവാം. Hope you are doing well. Today marks a great, unforgettable day in the history of our nation. The day India woke to life and freedom. Last night, as I listened to Jawaharlal Nehru's inspiration speech, my heart was filled with pride and hope for our country's future. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം വേറൊന്നുമല്ല, നല്ലായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസം എന്താണ്? ഒട്ടും തന്നെ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. അപ്പൊ ഞാൻ ജവഹർലാൽ നെഹ്റുടെ സ്പീച്ച് കേട്ടപ്പോൾ കുറച്ച് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നെഹ്റു റിമൈൻഡഡ് us that freedom is not the end but the beginning of a new journey. ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? അതൊരു അവസാനമല്ല. ഫ്രീഡം കിട്ടി ഇനി നമുക്ക് എന്ത് വേണം? നോ, അത് എന്തൊക്കെ പുതിയ കാര്യങ്ങളുടെ ഒരു പുതുമ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നടക്കണേന്റെ ഒരു തുടക്കമാണെന്നാണ് പറയുന്നത്. He called upon all Indians to work together. എല്ലാ ഇന്ത്യൻസിനെയും വർക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. With faith and dedication to build a strong, united and prosperous India. Okay, പുതിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള, യുണൈറ്റഡ് ആയിട്ടുള്ള, പ്രോസ്പെറസ് ആയിട്ടുള്ള ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. I truly believe that if we all join hands and work selflessly for good for our people, we can make India a land of peace and progress and happiness. Okay, ജവഹർലാൽ നെഹ്റു പറഞ്ഞ അതേ കാര്യമാണ് നമ്മൾ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നത്. സോ ആ ഡയറി പഠിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നിനും വേണ്ടിയല്ല. ലെറ്റർ വന്നാലും ഡയറി വന്നാലും ഇമെയിൽ വന്നാലും ഒക്കെ നമുക്ക് അതിൽ നിന്ന് എടുത്തെഴുതാൻ പറ്റും. വേറൊന്നും പഠിക്കേണ്ട, ഡയറി മാത്രം പഠിച്ചാൽ മതി. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ച് പറയാണ്. ഇനി നോക്കിയേ, let us promise to serve our nation with honesty and love. I hope ഇത് നിങ്ങൾ എഴുതണം കേട്ടോ. അതായത് ഈ convey regards to your family members എന്തായാലും വേണം. So let us promise to serve our nation with honesty and love. I hope we both work together to build a bright and happy future for India. Okay, so നമുക്ക് എന്ത് ചെയ്യാം? പ്രോമിസ് ചെയ്യാം, നമുക്ക് നല്ലോണം നമുക്ക് നമ്മുടെ രാജ്യത്തിനെ സെർവ് ചെയ്യാമെന്നുള്ളൊരു പ്രോമിസ് നമുക്ക് കൊടുക്കാമെന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, ഹോപ്പ് വി ബോത്ത് വർക്ക് ടുഗദർ. നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ഫാമിലി മെമ്പേഴ്സ്. നിന്റെ ഫാമിലി മെമ്പേഴ്സിനോട് എൻ്റെ അറിവുകൾ, എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറയുക, അല്ലെങ്കിൽ എൻ്റെ അന്വേഷണം പറയുക. യോസ് ലവിംഗ്ലി രാം. അതുകൊണ്ട് യു ക്യാൻ റൈറ്റ് SD ഇഫ് നീഡഡ്. ഓക്കെ, ലെറ്റർ കഴിഞ്ഞു. ഇനി ഇൻഫോർമൽ ലെറ്റർ നമുക്കൊന്ന് നോക്കാം. ഫോർമൽ ലെറ്റർ നോക്കുമ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാം. ഇത് നമ്മുടെ എൻജിൻ ട്രബിളിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നോക്കിയാണെങ്കിൽ നോക്കിക്കേ, എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, the narrator tries to convince the municipal chairman to buy a road engine for the town. അപ്പൊ ഒരു മുനിസിപ്പൽ ചെയർമാനെ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാം, എടാ സുഖല്ലേ, എടാ എന്തുണ്ട് കാര്യം, എന്തുണ്ട് വിശേഷം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ചും കൂടെ ഫോർമൽ രീതിക്ക് വേണം അദ്ദേഹത്തിനോട് സംസാരിക്കാൻ വേണ്ടി. ഓക്കെ, സോ ലെറ്റ്സ് റൈറ്റ് എ ഫോർമൽ ലെറ്റർ. മുനിസിപ്പൽ ഓഫീസറിന് റിക്വസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ആ റോഡ് എഞ്ചിൻ ഒന്ന് വായിക്കുമോ സാർ, എനിക്ക് വേറെ എവിടെ വെക്കാൻ പറ്റുന്നില്ല അല്ലേ. അദ്ദേഹം കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അല്ലെ, എത്ര കാശ് കൊടുത്തു അല്ലെ, അവസാനം ഭാര്യയുടെ താലിമാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി അത്രയും കാര്യങ്ങൾ അദ്ദേഹം വിറ്റ് കളഞ്ഞിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, റോഡ് എഞ്ചിൻ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെയും സെന്റേഴ്സ് അഡ്രസ് വേണം. ഇത് ഫോർമാറ്റ് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. കണ്ടന്റ്, ആർട്ടിക്കിൾ എന്ന് പറയുന്ന കാര്യം നമ്മൾ പഠിക്കും. ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ആർട്ടിക്കിൾ നമ്മൾ പഠിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കണ്ടന്റ് ഇതിലേക്ക് എഴുതാൻ പറ്റും.
സെൻഡേഴ്സ് അഡ്രസ് എഴുതി കഴിഞ്ഞിട്ട് ഡേറ്റ് കഴിഞ്ഞിട്ട് റിസീവേഴ്സ് അഡ്രസ്. ഓക്കെ, അത് വേണ്ട. സാല്യൂട്ടേഷൻ റെസ്പെക്റ്റഡ് സർ ആട്ടോ വേണ്ടത്. റെസ്പെക്റ്റഡ് സർ വേണം ഇവിടെ വരാൻ വേണ്ടി. ഓക്കെ, റെസ്പെക്റ്റഡ് സർ വന്ന് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, സബ്ജക്റ്റ് എഴുതാൻ വേണ്ടി. സി, ഇപ്പൊ ഒരാള് ഒരു വലിയ ഓഫീസർ നിങ്ങളുടെ ലെറ്റർ എഴുതുന്ന വായിക്കുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ദാറ്റ് ഈസ് വെരി ഇമ്പോസിബിൾ. അവർ ഒരിക്കലും വായിക്കില്ല. അപ്പോൾ ലെറ്ററിന്റെ ഇന്റൻസിറ്റി, ലെറ്ററിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഫോർമൽ ലെറ്ററിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സബ്ജക്റ്റ് നമുക്ക് എഴുതാം റിഗാർഡിംഗ് ദി ബൈങ് ഓഫ് റോഡ് എൻജിൻ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നോക്കിയേ, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്നു, എന്താണ് മാറ്റർ എഴുതുന്നു, കൺക്ലൂഷൻ എഴുതുന്നു. സോ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു ടേക്ക് നെസസറി ആക്ഷൻസ്, ഓർ യു ക്യാൻ സേ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു ബൈ ദ റോഡ് എൻജിൻ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് നമുക്ക് എഴുതാം. കോംപ്ലിമെന്ററി ക്ലോസ് നെയിം കഴിഞ്ഞിട്ടാണ് എസ് ഡി. ഓക്കെ, ആദ്യം നിങ്ങൾ എന്ത് എഴുതുക, ആദ്യം നെയിം എഴുതുക, അത് കഴിഞ്ഞിട്ട് എസ് ഡി എഴുതുക. തിരിച്ചെഴുതിയാലും നോ പ്രോബ്ലം, പക്ഷെ ഇതാണ് കുറച്ചും കൂടെ ആക്യുറേറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റിലും ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റിലും വ്യത്യാസമുണ്ട്. സോ അതുകൊണ്ടാണ് അത് രണ്ടും അവിടെ എടുത്ത് പറഞ്ഞത്. യെസ്, ഇത് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ന്യൂസ് പേപ്പർ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, വളരെ ഈസി ആയിട്ടുള്ള ന്യൂസ് പേപ്പറാണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നോക്കാം. എൻജിൻ ട്രബിൾ ടേൺസ് ടൗൺ അപ്സൈഡ് ഡൗൺ. എൻജിൻ ട്രബിളിന്റെ ന്യൂസ് ആണ്. ഓക്കെ, നമുക്കറിയാം എന്താണ് എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സംഭവിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ എന്താണ് സംഭവിച്ചത്, ഒരാള് ലോട്ടറി ജയിച്ചിട്ട് ഒരു റോഡ് എൻജിൻ വാങ്ങി. അപ്പൊ അവിടെ ഗേറ്റി ലാൻഡ് എന്ന് പറയുന്ന ഒരു മേള, അവർ പോകുന്നവരെ ആ എൻജിൻ അവിടെ വെക്കാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറ്റണം. ഒരു പ്ലേ ഗ്രൗണ്ടിൽ നടക്കുന്നത് കൊണ്ട് ആ പ്ലേ ഗ്രൗണ്ടിൽ വെക്കാൻ പറ്റില്ല. അവിടെ വെക്കണമെങ്കിൽ എക്സ്ട്രാ കാശ് കൊടുക്കണം. പക്ഷെ 10 രൂപ വെച്ച് കൊടുത്തുള്ള കാശും കൂടെ പോയി. പിന്നീട് നോക്കുകയാണെങ്കിൽ ഈ റോഡ് എൻജിൻ അവിടെ നിന്ന് മാറ്റണം. സോ ഈ റോഡ് എൻജിൻ ഉണ്ടാൻ വേണ്ടി ആന, അത് ഓടിക്കാൻ വേണ്ടി ഒരു ഡ്രൈവർ, അത് പുറകിൽ നിന്ന് തള്ളാൻ വേണ്ടി എന്താണ് കുറെ കൂലികൾ, ഇതൊക്കെ ചെയ്തിട്ടും ആ റോഡ് എൻജിൻ ഒരു മതിലിനെ പോയി ഇടിച്ചിടുകയാണ് ചെയ്തത് അല്ലെ. അങ്ങനെ അവസാനമാകുമ്പോൾ ഒരു എർത്ത് ക്വേക്ക് അവിടെ വരുന്നുണ്ട്. അങ്ങനെ ആ റോഡ് എൻജിൻ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കിണറിലേക്ക് വീണ് അതവിടെ കാര്യങ്ങൾ ഓക്കെ ആകുന്നുണ്ട്. സോ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ നരേറ്ററിന് ഇതിൻ്റെ ഇടയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് നോക്കാം. എപ്പോഴും എഴുതുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ടൈറ്റിൽ കൊടുക്കണേ. ടൈറ്റിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈറ്റിൽ കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകാൻ വേണ്ടി. ആൻഡ് ദാറ്റ് ഇസ് മാൽഗുഡി ആൻഡ് ദ ഡേറ്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്ഥലവും ആ ഒരു സ്ഥലവും ഡേറ്റും കൊടുക്കുക എന്ന് പറയുന്നത് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കിനി നോക്കാം. പാനിക് ആൻഡ് കൺഫ്യൂഷൻ broke out in the town yesterday when a local man attempted to move a giant road engine he had won in a lottery. അപ്പോൾ പറയാണ് വളരെയധികം പാനിക്കും കൺഫ്യൂഷൻ ആയിരുന്നു എന്നുള്ള ആൾക്കാർക്ക്. ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരാള് തൻ്റെ വലിയ റോഡ് എൻജിൻ തള്ളി ഒന്തി മൂവ് ചെയ്യിക്കാൻ ശ്രമിച്ചപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര ആശ്ചര്യത്തോടു കൂടി നോക്കിയിരുന്നു എന്ന് പറയാണ്. He arranged a temple elephant. നോക്കിയേ, he arranged a temple elephant and a driver to shift the engine. ഓക്കെ, ആ എൻജിൻ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. ബട്ട് ദ അറ്റംപ്റ്റ് ഫെയിൽഡ്, പക്ഷെ നടന്നില്ല. കോസിംഗ് ഡാമേജ് ടു ദ നിയർ ബൈ പ്രോപ്പർട്ടി ആൻഡ് ഇൻജുറിംഗ് ദി എലിഫന്റ്. എലിഫന്റിനും വയ്യാണ്ടായി, പ്രോപ്പർട്ടിയും ഡാമേജ് ചെയ്ത്, അത് ആ ഒരു മതിൽ പൊളിഞ്ഞു പോയി. ദ ഇൻസിഡന്റ് റിസൾട്ടഡ് ഇൻ ഹെവി എക്സ്പാൻഷൻ ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, റിപ്പയർ വർക്ക് ആൻഡ് ലേബർ ചാർജസ്, ലീവിംഗ് ദ മാൻ ഇൻ ഫിനാൻഷ്യൽ ട്രബിൾ. ഓക്കെ, സോ ഈ ഒരു പ്രശ്നം കാരണം കുറെ അധികം എക്സ്പെൻസ് അയാൾക്ക് നേരിടേണ്ടി വന്നു. ഒന്നാമത്തെ കാര്യം മെഡിക്കൽ ട്രീറ്റ്മെന്റ്, റിപ്പയർ വർക്ക്, ലേബർ ചാർജസ്. ഓക്കെ, ഇതൊക്കെ കാരണം അദ്ദേഹത്തിന് കുറച്ചുകൂടെ കൂടി കാശ് ആവശ്യം വന്നു എന്ന് പറയാണ്. ഇനി however, പക്ഷേ an unexpected earthquake, ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ഭൂകമ്പം വന്നു during the night, caused the engine to fall into a disused well. ആരും യൂസ് ചെയ്യാത്ത ഒരു കിണറിലോട്ട് ഈ എൻജിൻ വീഴുകയുണ്ടായി. The well's owner was relieved and agreed to clear all the man's debt, bringing the incident to a surprising end. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ് നമുക്ക് ആ ചാപ്റ്ററിൽ കാണാൻ പറ്റിയത്. അദ്ദേഹം വളരെയധികം പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് കുറെ എക്സ്പെൻസ് ചിലവാകുന്നുണ്ട് സൈഡിൽ നിന്ന്.
പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ ആ നേച്ചേഴ്സ് ഒരു ബ്ലെസ്സിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നേച്ചേഴ്സ് സർപ്രൈസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു ഒരു എന്താണ് പറയുക, ഒരു ഭൂകമ്പം വരിക, അതുപോലെ തന്നെ എന്താണ് കറക്റ്റായിട്ട് ഈ എൻജിൻ ഒട്ടും യൂസ് ചെയ്യാത്തൊരു വെല്ലോട്ട് വീഴുക, ആ വെല്ലിന്റെ ഓണർ ഈ വെല്ലടച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് കാശ് കൊടുക്കുക. അപ്പൊ എന്താണ്, ഹി came into his normal life. കുറെ കാശ് സമ്പാദിക്കേണ്ട അല്ലെങ്കിൽ കുറെ കാശ് ചെലവഴിക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല, അതവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പോകാൻ പോകുന്നത് കോൺവെർസേഷനിലോട്ടാണ്. ആൻഡ് ദിസ് കോൺവെർസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ റിപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഐ ഫൊർഗെറ്റ് ടു മെൻഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്ടോ. ഇനി കോൺവെർസേഷൻ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്. The narrator tries to convince the municipal chairman to buy the road engine. Now write a possible conversation. എൻജിൻ വാങ്ങൂ സാറേ എന്ന് പറയുന്നുണ്ട്. സോ അതിന്റെ ഒരു കോൺവെർസേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. നറേറ്റർ പറയാണ്, ഗുഡ് മോർണിംഗ് സർ, ഐ എം ഹിയർ ടു ടെൽ യു സംതിങ് യൂസ്ഫുൾ ഫോർ അവർ ടൗൺ, ദ റോഡ് എൻജിൻ. സർ ഗുഡ് മോർണിംഗ്, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു നല്ലൊരു കാര്യം, ഒരു യൂസ്ഫുൾ ആയിട്ട് ഒരു ഉപകാരമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഇവിടുത്തെ ടൗണിന് വേണ്ടി നമ്മുടെ റോഡ് എൻജിനെ പറ്റി പറയാനാണ്. ചെയർമാൻ പറയാണ്, റോഡ് എൻജിൻ, വാട്ട് ഇസ് ദാറ്റ്? റോഡ് എൻജിനോ, അതെന്താ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. നറേറ്റർ പറയാണ്, ഇറ്റ് ഇസ് എ ബിഗ് മെഷീൻ, അത് വലിയൊരു മെഷീനാണ്. ദാറ്റ് ബിൽഡ്സ് ആൻഡ് റിപ്പയർസ് റോഡ്. റോഡിനെ അതുപോലെ തന്നെ എന്താണ് കുറെ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി, റോഡിനെ ബിൽഡ് ചെയ്യാൻ റിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇറ്റ് വർക്ക്സ് ഫാസ്റ്റ്, ഭയങ്കര പെട്ടെന്ന് അത് വർക്ക് ചെയ്യും. റൈറ്റ് നൗ യുവർ വർക്കേഴ്സ് യൂസ് സിമ്പിൾ ടൂൾസ് ദാറ്റ് ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. നിങ്ങളുടെ വർക്കർ ഇപ്പോൾ യൂസ് ചെയ്യുന്നതൊക്കെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൂൾസ് ആണ്. അതിനേക്കാളും പെട്ടെന്ന് ഈ റോഡ് എൻജിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാണ്. അപ്പോൾ ചെയർമാൻ പറയും, ദാറ്റ്സ് ട്രൂ, മെഷീൻസ് ആർ എക്സ്പെൻസീവ്. ശരിയാണ്, നീ പറഞ്ഞ ശരിയാണ്. എന്താണ്, വർക്കേഴ്സ് ഒക്കെ കുറെ സമയം എടുത്താൽ പണിയെടുക്കും, പക്ഷേ മെഷീൻസ് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ എന്ന് പറയാണ്. അപ്പൊ നറേറ്റർ പറയാണ്, ദിസ് വൺ ഇസ് വർത്ത് ദ പ്രൈസ്. നിങ്ങൾ പേടിക്കണ്ട, ഇത് നിങ്ങൾ പറയുന്ന കാശിന് വാങ്ങേണ്ടത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കാശ് പോയി എന്നുള്ളൊരു സങ്കടം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഡു ദ വർക്ക് ഓഫ് മെനി പീപ്പിൾ. കുറെ ആൾക്കാർ ചെയ്യുന്ന വർക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. യുവർ റോഡ്സ് വിൽ ബി സ്മൂത്തർ ആൻഡ് സേഫർ. നിങ്ങളുടെ റോഡ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, ഭയങ്കര സേഫ് ആയിരിക്കും എന്ന് പറയാണ്. വാങ്ങിപ്പിക്കണമല്ലോ ഈ സാധനം, ഈ റോഡ് എൻജിൻ തലേന്ന് ഒഴിപ്പിക്കണമല്ലോ. അപ്പൊ ഭയങ്കര കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം, അത് ചെയ്യാം, ഇത് ചെയ്യാം, മറ്റത് ചെയ്യാം, മറിച്ച് ചെയ്യാൻ കുറെ എന്താണ് അതിനെ പറയണേ, കുറെ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്തില്ല. ചെയർമാൻ പറഞ്ഞു, ബട്ട് വി ഡോണ്ട് നോ ഹൗ ടു ഓപ്പറേറ്റ്. പക്ഷെ സോറി, ഞങ്ങൾക്ക് അറിയില്ല അത് എങ്ങനെയാണ് ഈ വണ്ടീനെ ഓടിക്കുന്നത്, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. നറേറ്റർ പറയാണ്, ഡോണ്ട് വറി സർ, പേടിക്കണ്ട, വിൽ ഗിവ് യു ഫ്രീ ട്രെയിനിങ്. ഞങ്ങൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫ്രീ ട്രെയിനിങ് തരാം. ഇൻ 1 week യുവർ വർക്കേഴ്സ് വിൽ ബി പെർഫെക്റ്റ് ടു യൂസ് ദ മെഷീൻ. ഒരു വീക്കിൽ നിങ്ങളുടെ വർക്കേഴ്സിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ മെഷീൻസ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ചെയർമാൻ പറയാണ്, that sounds good, I'll speak to the council about it. ചെയർമാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പാനൽ ഉണ്ട്, അവരോട് സംസാരിച്ചാൽ മാത്രമേ ഒരു തീരുമാനത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ. പറയാണ്, ഓക്കെ, നല്ല കാര്യമാണ്, അപ്പൊ ഞാൻ എന്റെ കൗൺസിലായിട്ട് സംസാരിച്ചിട്ട് അറിയിക്കാം. അപ്പൊ നറേറ്റർ പറയണേ, താങ്ക് യു സർ, ഐ എം ഷുവർ ദ റോഡ് എൻജിൻ വിൽ ഹെൽപ്പ് അവർ ടൗൺ മൂവ് ഫോർവേഡ്. താങ്ക് യു സോ മച്ച് സർ. ഈ റോഡ് എൻജിൻ കാരണം നമുക്ക് നമ്മുടെ കുറെ കാര്യങ്ങൾ, കുറെ പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ ടൗണിനെ നമുക്ക് കുറച്ചും കൂടെ മുൻപന്തിയിലേക്ക് എത്തിക്കാൻ പറ്റും, കുറച്ചും കൂടെ ഡെവലപ്ഡ് ആക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മുടെ കോൺവെർസേഷൻ അവിടെ കംപ്ലീറ്റ് ആവാണ്. സിമ്പിൾ കോൺവെർസേഷൻ ആണ്, കുറെ സമയം എടുത്ത് ചിന്തിക്കരുത്. ഈസി പീസി ലെമൺ സ്ക്വീസി എന്നുള്ള രീതിയിൽ നിങ്ങളത് എഴുതിയാൽ മതി. ഓക്കെ, നൗ ഹെഡ്ലൈൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹെഡ്ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും പറയാം, ത്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനിയിൽ വലിയൊരു സംഭവമാണ് അവിടെ നടന്നതല്ലേ. നമുക്ക് എന്താ കിട്ടുക, നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുക എന്ന് പറയാൻ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഹെഡ്ലൈൻസ്, അന്നത്തെ ദിവസം ന്യൂസ് പേപ്പറിൽ ഉണ്ടായ ഹോട്ട് ഹെഡ്ലൈൻസ് എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. ഇന്ത്യ awake to life in freedom at midnight. ദേ പാതിരാത്രിയായപ്പോൾ ഇന്ത്യക്ക് ഒരു ജീവൻ കിട്ടി, ഒരു ഫ്രീഡം കിട്ടി എന്ന് പറയാണ്. നെഹ്റു declares a new dawn for independent India. ഓക്കെ, ഹിസ്റ്ററിക്കൽ tryst with destiny fulfilled. tryst എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോമിസ് വിത്ത് ഡെസ്റ്റിനി, വിത്ത് ഫ്യൂച്ചർ, അത് നിറകൊണ്ടിരിക്കുന്നു, അല്ലാതെ നമ്മൾ നിറവേറ്റിരിക്കുന്നു എന്ന് പറയാണ്. എൻഡ് ഓഫ് ബ്രിട്ടീഷ് റൂൾ, ഇന്ത്യ സ്റ്റെപ്സ് ഇൻ ടു ഫ്രീഡം. ബ്രിട്ടീഷ് റൂൾ തീർന്നു, ഇന്ത്യ പുതിയ ലൈഫിലോട്ട് വരുന്നു. എ നേഷൻ ഇസ് ബോൺ, ഇന്ത്യ എൻഡേഴ്സ് എ ന്യൂ ഏജ് ഓഫ് ഹോപ്പ് ആൻഡ് ഫ്രീഡം. ഇന്ത്യ അങ്ങനെ പുതിയ ഹോപ്പ് ആൻഡ് പ്രതീക്ഷയുടെ പുതിയ മുൻപന്തിയിലേക്ക് ഇന്ത്യ വന്നു എന്നുള്ള രീതിയിൽ പറയാണ്. ഇനി നോക്കി, എ ന്യൂ എറ ബിഗിൻസ്, ഇന്ത്യ ടേക്സ് ദ പ്ലെഡ്ജ് ഓഫ് സർവീസ് ആൻഡ് യൂണിറ്റി. എന്ത് വേണമെങ്കിലും എഴുതാം. സി, ഇങ്ങനെ ഹെഡ്ലൈൻസ് ചോദിച്ചാൽ ഒരു 3-4 ഉണ്ടെങ്കിൽ നമ്മൾ എഴുതിയേ പറ്റും. സി, ഹെഡ്ലൈൻസ് ആയിട്ട് ചോദിക്കാനും ചാൻസ് കുറവാണ്, ആ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ടേ ചോദിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഒരു 3-4 എണ്ണം പഠിച്ചു വെക്കുക, ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി, നെഹ്റു ഇൻസ്പയർസ് ദ നേഷൻ, tears, sacrifice and triumph, India discovers herself again, we shall wipe every tears from every eye, promises Nehru, free India's first step towards peace and prosperity.
ഓക്കെ, സോ ഇതിലേതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള 3 4 ഒരു 2 3 മതി, 3 4 വേണ്ട, 2 3 നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക, ബിക്കോസ് ദാറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയ 2 ആൾക്കാരുണ്ട്. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ആ 2 ആൾക്കാർ ആരൊക്കെയാണ് നമ്മൾക്കറിയാം. ഒന്നാമത്തെ ആള് മലാല യൂസഫ്സായി ആണ്, രണ്ടാമത്തെ ആളാണ് നമ്മുടെ സയന്റിസ്റ്റ്, ഓക്കെ, അജിത് പരമേശ്വരൻ. അപ്പൊ ഇവരോട് ചോദിക്കാൻ, 2 പേരോടും ചോദിക്കാൻ പറ്റിയ കോമൺ ആയിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ദാറ്റ് വി കൻ ആസ്ക് മലാല ആൻഡ് ദ സയന്റിസ്റ്റ് അജിത് പരമേശ്വരൻ. കോമൺ ആണ്. ഇപ്പൊ 2 പേരും ഇങ്ങനെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, മലാല ഇന്റർവ്യൂ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, അജിത് പരമേശ്വരൻ ഇന്റർവ്യൂ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ 2 ആക്കി എഴുതണ്ട. ഈ കൊടുത്തിരിക്കുന്ന 10 എണ്ണത്തിൽ ഏതെങ്കിലും 5 എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. What inspired you to pursue the path you are on today? ഇന്ന് ഈ നിൽക്കുന്ന ആ ഒരു ലക്ഷ്യത്തോട്ട് എത്താൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്? What was the biggest challenge you faced in your journey? വളരെയധികം ബുദ്ധിമുട്ടേറിയ ആ ഒരു പാത്ത്, ആ ഒരു വഴി ഏതായിരുന്നു? And how did you overcome it? എങ്ങനെയാണ് നിങ്ങൾ അതിനെ മറികടന്നത് എന്നാണ് അടുത്ത ചോദ്യം. ഇനി നോക്കിയേ, who had been your greatest influence or role model and why? ആരായിരുന്നു നിങ്ങളുടെ റോൾ മോഡൽ? എന്തുകൊണ്ടായിരുന്നു നിങ്ങളുടെ റോൾ മോഡൽ? വാട്ട് ഈസ് ദ മേജർ അച്ചീവ്മെന്റ് ഇൻ യുവർ കരിയർ? നിങ്ങളുടെ കരിയറിലെ മേജർ അച്ചീവ്മെന്റ് എന്താണ്? ആൻഡ് ദാറ്റ് യു ആർ എസ്പെഷ്യലി പ്രൗഡ് ഓഫ്, നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് പ്രൗഡ് തോന്നിയ അച്ചീവ്മെന്റ് ഏതാണ്? ഹൗ ഡു യു സ്റ്റേ മോട്ടിവേറ്റഡ് ഡ്യൂറിംഗ് ഡിഫിക്കൽട്ട് ഓർ അൺസർട്ടൺ ടൈംസ്? ഒട്ടും പ്രതീക്ഷിക്കാതെ, അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സമയത്ത് നിങ്ങൾ എങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നു? ഇനി നോക്കിയേ, വാട്ട് ഇമ്പാക്ട് ഡു യു ഹോപ്പ് യുവർ വർക്ക് വിൽ ഹാവ് ഓൺ ദ വേൾഡ്? നിങ്ങൾ ചെയ്യുന്ന വർക്ക് അതെങ്ങനെയാണ് ലോകം അതെങ്ങനെയാണ് കാണാൻ പോകുന്നത്? ഹൗ ഡു യു ഹാൻഡിൽ ക്രിറ്റിസിസം ആൻഡ് ഒപ്പോസിഷൻ ടു യുവർ ഐഡിയാസ്? നിങ്ങളുടെ ഐഡിയാസിന് ഒരാൾ എതിര് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? വാട്ട് അഡ്വൈസ് വുഡ് യു ലൈക്ക് ടു ഗിവ് ടു യങ് പീപ്പിൾ ഹു വോണ്ട് ടു ഫോളോ യുവർ ഫുട് പ്രിന്റ്സ്? നിങ്ങൾ ചെയ്ത അതേ പ്രവൃത്തിനെ സപ്പോർട്ട് ചെയ്യാൻ, അതേ പ്രവൃത്തി ചെയ്യാൻ താല്പര്യമുള്ള യങ്സ്റ്റേഴ്സിനോട് നിങ്ങൾ എന്ത് പറയും? ഹൗ ഡു യു ബാലൻസ് യുവർ പേഴ്സണൽ ലൈഫ് വിത്ത് ദ ഡിമാൻഡ്സ് ഓഫ് യുവർ പ്രൊഫഷണൽ മിഷൻ? നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ബാലൻസ് ചെയ്യും? പ്രൊഫഷണൽ മിഷനായിട്ട് നിങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഗോൾസ്? നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് സ്റ്റെപ്സ് ആർ യു കറന്റ്ലി ടേക്കിംഗ് ടു അച്ചീവ് ഇറ്റ്? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് ചോദിക്കാം. സോ ഈ 10 ക്വസ്റ്റ്യൻസ് ഒരു 5 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് 2 പേരോടും ചോദിക്കാം. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് പാടില്ല. ഓക്കെ, ഒരിക്കലും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്, അത്ര അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. എപ്പോഴും ചോദിക്കുമ്പോൾ ടുവേർഡ്സ് ദ പോയിന്റ് നിങ്ങൾ ചോദിക്കുക, വർക്കിനെ പറ്റി, അവർ ചെയ്യുന്ന പ്രവൃത്തിനെ പറ്റി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് പോയിട്രി കോർണർ. ലാസ്റ്റ് സംഭവമായി അല്ലെ പോയിട്രി കോർണർ. ഇനി നമുക്ക് 2 പോയിട്രീസിന്റെ എക്സ്പ്ലനേഷൻ കൂടി നോക്കിയാലേ നമ്മുടെ കാര്യം കഴിഞ്ഞു. ഓക്കെ, സോ അവസാനമായിട്ട് എത്തിയപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ലാസ്റ്റ് കണ്ടന്റ് ആണ് പോയിട്രി കോർണർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് ഇനി ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ 2 പോയിട്രീസിന്റെ പേരിലായിരുന്നു കമന്റ് ബോക്സിൽ. 2 പോയിട്രീസ് ഏതൊക്കെയാണ് നമുക്ക് എല്ലാവരും കമന്റ് ബോക്സിലിട്ടെ. 2 കവിതകൾ, അതിൽ ഒരെണ്ണം കവിത, ഒരെണ്ണം സോങ് ആണ്, പക്ഷെ അത് നമ്മൾ കവിതയായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ 2 എണ്ണം ഏതൊക്കെയാണ് പഠിക്കുന്നത്? എല്ലാവരും കമന്റ് ബോക്സിൽ പെട്ടെന്ന് കമൺ എല്ലാവരും കമന്റ് ബോക്സിൽ ഇട്ടോളൂ. അപ്പൊ പോയിട്രി ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. ഏറ്റവും ആദ്യം നമുക്ക് വെരി ഗുഡ്, ഏറ്റവും ആദ്യം നമുക്ക് ആസ്ട്രോണോമർ നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗെറ്റ് ടുഗെദർ സോങ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ നമ്മളോട് പറയും പാരഗ്രാഫ് സമ്മറൈസ് ചെയ്യാൻ പറയും. 4 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ പാരഗ്രാഫ് സമ്മറൈസ് ചെയ്യാൻ പറയുമ്പോൾ അവർ പോയിട്ട് ഡിവൈസ് എടുത്ത് പറയണമെങ്കിൽ മാത്രം പോയിട്ട് ഡിവൈസ് എഴുതുക, അല്ലെങ്കിൽ എഴുതുന്നത് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഇത് കവിതയാണ്. I only said when in the evening round full of moon gets entangled among the branches of the damn tree, couldn't somebody catch it? But Dada laughed at me and said, baby, you are silliest child I've seen ever known. The moon is ever so far from us, how could anybody catch it? ഓക്കെ, നമുക്കറിയാം ആസ്ട്രോണോമർ എന്ന് പറയുന്ന സ്റ്റോറി. ഒരു കുട്ടി, ഹി ഈസ് വെരി ക്യൂരിയസ് ടു നോ എന്താണ് ആ മരത്തിൽ സംഭവിക്കുന്നത് എന്നറിയാൻ വളരെയധികം ആകാംക്ഷയുള്ള ഒരു കുട്ടിയാണ്. എന്തുകൊണ്ടാണ് മരത്തിന്റെ ചില്ലകളിൽ ആ മൂൺ പെട്ടിരിക്കുന്നതെന്ന് ആ കുട്ടിക്ക് തോന്നുന്നു. എൻടാങ്കിൾ പറഞ്ഞാൽ പെട്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പൊ ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെയല്ല, മൂൺ ഭയങ്കര ദൂരെയാണ് നമ്മുടെ അടുത്ത് നിന്ന്, ഒരാൾക്ക് പോലും അതിനെ പിടിക്കാൻ പറ്റില്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ദാദാ എന്ന് പറഞ്ഞ ചേട്ടൻ. അപ്പോൾ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബേസിൽ നമ്മൾ എന്ത് എഴുതണം? നമ്മളൊരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഈ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 കവിതകളുടെയും കണ്ടന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ്? 2 കണ്ടന്റും പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 കവിതകളുടെയും ഒരു അപ്രിസിയേഷൻ ആണത്. നമുക്ക് കവിത വേറെ ഇരുന്ന് പഠിക്കേണ്ട കാര്യമില്ല, ഇത് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ കവിത ഇത് മനസ്സിലാക്കുക. നിങ്ങൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ.
റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Rabindranath Tagore's poem The Astronomer beautifully portrays the innocent curiosity of a child and the gentle wisdom of loving Dada. Gentle wisdom എന്ന് പറഞ്ഞാൽ ആ ഒരു നോളജ്, ചേട്ടൻ അറിയുന്ന അറിവുകളെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ കാണുന്നത്. കുട്ടിയുടെ ക്യൂരിയോസിറ്റി ഉണ്ട്, ചേട്ടന്റെ വിസ്ഡം നോളജ് ഉണ്ട്. The poem is a simple yet touching conversation between a child and Dada about the moon. Or you can say his brother എന്ന് എഴുതാം. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. ഇനി നോക്കിയേ, ഈ കവിത എന്ന് പറയുന്ന ഒരു സ്വീറ്റ് ടച്ചിങ് കോൺവെർസേഷൻ ആണ്. ആര് തമ്മിൽ? ആ കുട്ടിയും തൻ്റെ ചേട്ടനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ത്രൂ ദ ചൈൽഡ്സ് ഇന്നസെന്റ് ക്വസ്റ്റ്യൻ, ആ കുട്ടിയുടെ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാരണം എന്താണ്, ടാഗർ ക്യാപ്ചേഴ്സ് ദ വണ്ടർ ആൻഡ് ഇമാജിനേഷൻ ഓഫ് ചൈൽഡ്ഹുഡ്. ടാഗോർ ചൈൽഡ്ഹുഡിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അല്ലെ. ഇപ്പൊ വീട്ടിൽ അമ്മ ഭക്ഷണം കഴിക്കും, അതെ കോക്കാച്ചി വരൂട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കൂലേ. പക്ഷെ സംഭവം ഇപ്പോഴാണ് നമുക്കറിയാം, ഇപ്പൊ നമുക്കറിയാം എന്നാൽ അങ്ങനത്തെ ഒരു സംഭവമേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല നമുക്കറിയാം. സോ അതാണ് ഓക്കെ, ഇമാജിനേഷൻ ഓഫ് ചൈൽഡ്ഹുഡ്. വൈൽ ദാദ റിപ്ലൈസ് റിഫ്ലക്ട് ആക്ഷൻ, ഹ്യൂമർ ആൻഡ് പ്രാക്ടിക്കൽ വിസ്ഡം. പക്ഷെ ദാദ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് എന്താണ്, ശരിക്കുമുള്ള കാര്യം ഒരു തമാശ രീതിയിലാണ് തൻ്റെ ചേട്ടൻ അനിയന് പറഞ്ഞു കൊടുക്കുന്നത്. The poem highlights the difference between child's imaginative world and an adult's logical understanding, showing that even an astronomer cannot always explain the simple, heartfelt questions of a curious child. Written in conversational style, the poem uses simple and rhythmic language to express deep emotions. ഇതിനകത്ത് കുട്ടിയുടെ ഇമാജിനേഷനും ഒരു വലുതായ അഡൾട്ടിന്റെ ലോജിക്കൽ തിങ്കിങ്ങുമാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു ആസ്ട്രോണോമറിന് പോലും, അതായത് ഇത്രയും യൂണിവേഴ്സ് ആയിട്ട് സോളാർ സിസ്റ്റമായിട്ട് ഇത്രയും കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് പോലും ചിലപ്പോൾ ഒരു കുട്ടി ചോദിക്കുന്ന സിമ്പിൾ ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയാണ്, അല്ല അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാണ് ഒരു ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്ന ചൈൽഡ്. അപ്പോൾ ഇത് ഭയങ്കര കോൺവെർസേഷൻ, അതായത് സംസാരിക്കുന്ന രീതിയിലാണ് ഈ കവിത പോകുന്നത്. അല്ലാണ്ട് ആദ്യം കവിത പോലെയല്ല പോകുന്നത്, ചേട്ടനും അനിയനും സംസാരിക്കുന്ന രീതിയിലാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത്. ദ പോയം യൂസസ് ഇമേജറീസ്. The round full moon get entangled among the branches. Personification ആണ്. ഈ കുടുങ്ങി പോവാന്ന് പറഞ്ഞാല് മനുഷ്യന്മാര് മൃഗങ്ങളൊക്കെ കുടുങ്ങി പോകും. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കി, ചന്ദ്രൻ കുടുങ്ങി പോവുക, അത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവില്ല. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് മനുഷ്യന്മാർക്ക് പറ്റുന്ന സംഭവം മനുഷ്യന്മാരല്ലാത്ത, അതായത് മൂൺ ഒക്കെ, ഫോർ എക്സാമ്പിൾ ലാഫിംഗ് ഡോഗ്, പട്ടി ചിരിക്കും പക്ഷെ എന്നാലും യൂഷ്വലി എന്ന് പറഞ്ഞ് ചിരിക്കില്ല. ദാറ്റ് ഈസ് വെരി അൺയൂഷ്വൽ അല്ലെ. ഇപ്പോ നമുക്ക് പറയാം ലാഫിംഗ് ബേർഡ് ചിരിക്കും അല്ലെ, ലാഫിംഗ് കാറ്റ്. ഇപ്പൊ നമുക്ക് AI ഒക്കെ വെച്ചൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ സ്റ്റിൽ ദാറ്റ്സ് വെരി അതുപോലെ. സ്മൈലിംഗ് ബോളിന് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? നോ, ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ എന്താണ്, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്താണ് കമ്പാരിസൺ നടക്കുകയാണ്, മൂൺ ടു മദർ bending down to kiss her child to make the poem vivid and appealing. ഓക്കെ, കുറച്ചും കൂടെ നല്ലതാക്കാൻ വേണ്ടിയാണ്. ഇനി the repeating Dada's teasing word, calling the child silly, stupid, shows his love and patience rather than scolding. എടാ മണ്ടൂസേ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്, അതായത് പിണങ്ങാണ്ട് ആ കുട്ടിനെ കാര്യങ്ങള് തമാശ രീതിയിൽ എന്ത് ചെയ്യണം, മനസ്സിലാക്കി കൊടുക്കുകയാണ് അല്ലെ, പേഷ്യൻസോട് കൂടി. The tone is light-hearted and the rhyme gives the poem a musical quality. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പോയമാണ്. അതുപോലെ തന്നെ എന്താണ്, ഭയങ്കര ഇമോഷണലി ആയിട്ടുള്ള ഒരു ട്യൂണിങ് ആണ് നമുക്ക് ഈ പോയത്തിൽ കിട്ടുക. നമുക്ക് വേണം മ്യൂസിക് ആയിട്ടും ഈ പോയത്തിനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. These poetic devices help to bring out the warmth and humor in the relationship. Though the sweet exchange, Tagore conveys a universal message about the charm of childhood innocence. Yes, Tagore conveys, ഇത് എഴുതണം കേട്ടോ എല്ലാവരും, because that is very important. ടാഗോർ ഇത്രയും ക്യൂട്ട് ആയിട്ടുള്ള ഒരു കവിതയിലൂടെ പറഞ്ഞിരുന്നത് എന്താണ്, ചൈൽഡ്ഹുഡിൽ നമുക്കുള്ള ഒരു ഇന്നസെൻസ് ആണ്. ഓക്കെ, കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഇമാജിനേഷൻ ആൻഡ് റിയാലിറ്റി, ശരിക്കുമുള്ളത് എന്താണ്, ചിന്തിക്കുന്ന എന്താണ് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നമുക്ക് ഈ ഒരു കവിതയിൽ കാണാൻ പറ്റുക. The poem reminds reader that curiosity and wonder are the root of learning. അതായത് കാര്യങ്ങൾ ഇനിയും അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് ശരിക്കും നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഒരു കാര്യം അറിയണ്ട, പഠിക്കുന്നത് പഠിച്ചിട്ട് പോവാന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് പഠിക്കുന്ന കാര്യത്തിനോടൊരു തൃപ്തി തോന്നില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ കാര്യങ്ങൾ ഇത് എന്താണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളൊരു ഐഡിയ, എന്നുള്ളൊരു ഫോക്കസ് പോയിന്റ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് വെരി നൈസ്. ഇനി നോക്കിയേ, ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ദ ആസ്ട്രോണോമർ thus celebrates love, curiosity and the joy of seeing beauty in simple things. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം, നല്ലത് കണ്ടുപിടിക്കുക എന്നുള്ളൊരു
തീം തരുന്ന ഒരു പോയം കൂടിയാണ് ദി ആസ്ട്രോണോമർ. ഓക്കെ, അപ്പോൾ ദി ആസ്ട്രോണോമർ എന്ന് പറയുന്ന പോയം ഇസ് ഡൺ. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് സംഭവത്തിലോട്ട് വരാം, ഗെറ്റ് ടുഗെദർ. ഓക്കെ, ഗെറ്റ് ടുഗെദർ ആണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു അപ്രിസിയേഷൻ ആണ്, ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം. The poem Get Together is written by Younger Bloods, an American folk rock band popular in 1960s. നമുക്കറിയാം ഈ ഒരു കവിതയില് ഈ ഒരു പോയത്തില് മെയിൻ ആയിട്ട് പറയുന്ന എന്താണ്, അതായത് സ്നേഹം, യൂണിറ്റി, ഒത്തൊരുമയാണ് ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗെറ്റ് ടുഗെദർ എന്ന് പറയുന്ന യങ്ങർ ബ്ലഡ്സിന്റെ കവിതയാണെന്ന് നമുക്കറിയാം. അതൊരു അമേരിക്കൻ ഫോക്ക് ബാൻഡ് ആണെന്ന് നമുക്കറിയാം, 1960s ഈ സോങ് നോക്കിയേ, പീസ്, ലവ്, ബ്രദർഹുഡ്. ഓക്കെ, ഈ മെസ്സേജ് ആണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ യങ്ങർ ബ്ലഡ്സിന്റെ എല്ലാ പാട്ടിലും നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് തീമുകളാണ്. പീസ്, സമാധാനം, ലവ്, സ്നേഹം, ബ്രദർഹുഡ്, ഒത്തൊരുമ. ഓക്കെ, ഇനി നോക്കി, ദ പോയം ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലവ്, യൂണിറ്റി, ടുഗെദർനെസ്. ഓക്കെ, സ്നേഹത്തിന്റെ, യൂണിറ്റിയുടെ, ടുഗെദർനെസിന്റെ ഇമ്പോർട്ടൻസ് എടുത്ത് കാണിക്കുന്ന ഒരു കവിതയാണ്. ദ പോയം എൻകറേജസ് എവ്രിവൺ ടു ലിവ് വിത്ത് ലവ്, കൈൻഡ്നസ് ഇൻസ്റ്റെഡ് ഓഫ് ഫിയർ. പേടിക്കാണ്ട് സ്നേഹവും കരുണയുമായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇറ്റ് സേസ് ദാറ്റ് ലൈഫ് ഇസ് ഷോർട്ട് ആൻഡ് പ്രഷ്യസ്, സോ വി ഷുഡ് യൂസ് ഇറ്റ് ടു സ്പ്രെഡ് ഹാപ്പിനെസ്. ഈ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്, അതുപോലെ തന്നെ വളരെ പ്രഷ്യസ് ഉള്ളത് കൂടിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സന്തോഷിക്കണം. അതായത് കിട്ടുന്ന സ്നേഹം നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് കൊടുത്ത് അവർക്കും സന്തോഷം പകർന്നു കൊടുക്കണം എന്ന് പറയുന്ന ഒരു കവിതയാണ്. ഇനി നോക്കി, ദ പോയം ടെൽസ് us that we hold the key to both love and fear in our heart. നമ്മുടെ ഉള്ളിലാണ് സ്നേഹിക്കണോ, വെറുക്കണോ, ദേഷ്യം കയറണോ അല്ലെങ്കിൽ പേടിക്കണോ എന്നുള്ള ഒരു സാധനത്തിന്റെ കീ ഉള്ളത് നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ നമ്മൾക്കാണ് ആ ചോയ്സ് ഉള്ളത്, സ്നേഹം അൺലോക്ക് ചെയ്യണോ, ദേഷ്യം അൺലോക്ക് ചെയ്യണോ, അതോ വെറുപ്പ് അൺലോക്ക് ചെയ്യണോ എന്നുള്ളൊരു കണ്ടന്റ്, എന്നൊരു ഹോൾഡ് ഉള്ളത് നമ്മുടെ ഉള്ളിലാണ്. The repeated lines is called for peace, unity and compassion among all. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇപ്പൊ നമുക്കറിയുന്ന കുറച്ച് ആൾക്കാർ മാത്രം ഒത്തൊരുമനോ, നമ്മൾ എല്ലാവരും ഒന്നാണ്, ഈ ലോകത്തുള്ള എല്ലാവരും ഒന്നാണെന്ന് പറയുന്ന ഒരു കവിതയും കൂടിയാണ്. The poem Get Together uses many poetic devices to show love and unity. ലവും യൂണിറ്റി കാണിക്കാൻ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന കുറച്ച് പോയിറ്റിക് ഡിവൈസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റിപ്പീറ്റേഷൻ കാണാൻ പറ്റും കേട്ടോ. കം ഓൺ പീപ്പിൾ, ട്രൈ ടു ലവ് വൺ അനദർ റൈറ്റ് നൗ എന്ന് പറയുന്ന ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ആയി വരുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദി എക്സാമ്പിൾ ഫോർ റിപ്പീറ്റേഷൻ. ഓക്കെ, അതെന്താണ്, അത് മെയിൻ ഐഡിയ ആണ്. സ്നേഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വൺ അനദറിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു മെയിൻ ഐഡിയ ആണ്. ഇനി ഇമേജറി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, എന്താണ്, മൗണ്ടൻസ് റിംഗ്, ഓഡിറ്ററി ഇമേജറിയാണ്. മൗണ്ടൻസ് റിംഗ്, മൗണ്ടൻ ശബ്ദം ഉണ്ടാക്കുന്നു. That's not possible. പക്ഷെ അതെന്താണ്, ശബ്ദം ഉണ്ടാക്കുന്ന കാരണം ഓഡിറ്ററി ഇമേജിന്റെ എക്സാമ്പിൾ ആണ്. ബേർഡ് ഇസ് ഓൺ ദ വിങ്. ഓക്കെ, ഒരു ബേർഡ് വിത്ത് വിങ് ആണ്. അപ്പൊ അതൊരു ഇമേജറി ആണ്, വിഷ്വൽ ഇമേജറി ആണ്. ഓക്കെ, ഇനി മെറ്റഫർ കാണാൻ പറ്റുന്നുണ്ട്, യു ഹോൾഡ് ദ കീ ടു ലവ് ആൻഡ് ഫിയർ. ഈ കീ നമ്മുടെ അടുത്ത് ഉണ്ടോ ശരിക്കും? അതില്ല നമ്മുടെ അടുത്ത് അല്ലേ. അപ്പൊ അതാണ് മെറ്റഫർ. ഓക്കെ, ഇനി പേഴ്സണിഫിക്കേഷൻ കാണാൻ പറ്റുന്നുണ്ട്, ഏഞ്ചൽസ് കരയുക. നമ്മൾ എപ്പോഴും ഒരു ഏഞ്ചലിന്റെ രൂപം കാണുമ്പോൾ ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്ന ഒരു രൂപമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരിക്കലും കരയുന്ന ഒരു രൂപം കാണുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വെരി റെയർ അല്ലെ. സോ അങ്ങനെ അത് പേഴ്സണിഫിക്കേഷന്റെ എക്സാമ്പിൾ ആണ്. അലിട്രേഷൻ occurs in smile on your brother. ഓക്കെ, ചിരിക്കുക, അലിട്രേഷൻ ആണ്. ഓക്കെ, ഇനി നോക്കിയേ, സിംബോളിസം ഇൻ കീ, എന്താണ്, കീ, ബേർഡ് ആൻഡ് സൺലൈറ്റ്. ഓക്കെ, അപ്പൊ അലിട്രേഷൻ ഒന്നും എഴുതണ്ട, ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എഴുതിയാൽ ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. ഓക്കെ, സിംബോളിസം എഴുതാം, കീ, ബേർഡ്, സൺലൈറ്റ്. ഇനി നോക്കിയേ, ദീസ് ഡിവൈസസ് മേക്ക് ദ പോയം ഇമോഷണൽ, മ്യൂസിക്കൽ ആൻഡ് മീനിങ്ഫുൾ. ഓക്കെ, അപ്പോൾ ഈ അലിട്രേഷന് പകരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ അസോണൻസ് ആക്കാം അതിനെ. ഓക്കെ, അസോണൻസ് എഴുതാം. ഓക്കെ, അലിട്രേഷൻ ഇവിടെ വരില്ല, ബിക്കോസ് ഇവിടെ എന്താണ്, സ്മൈൽ ഓൺ യോർ ബ്രദർ. അപ്പൊ ഇവിടെ ഓ സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, സ്മൈൽ ഓൺ യോ, ഓ, ബ്രദർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ്, അവിടെ ഓ സൗണ്ട് റിപ്പീറ്റ് ആവുന്നത് കൊണ്ട് നമുക്ക് അവിടെ അസോണൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലോട്ട് പോവാം. ഇനി എന്താണ്, ഈ പോയിറ്റ് ഡിവൈസ് ആണ് ഈ പോയിറ്റിനെ കുറച്ചുകൂടി ഇമോഷണലി, മ്യൂസിക്കലി മീനിങ് ആക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ലാസ്റ്റ് അതിനൊരു കൺക്ലൂഷൻ നമുക്ക് നോക്കാം. കഴിഞ്ഞു, പേടിക്കേണ്ട, കഴിഞ്ഞു. The poem teaches that love is stronger than fear. സ്നേഹം എന്ന് പറയുന്നത് ഫിയറിനേക്കാളും സ്ട്രോങ് ആണ്. And that humanity must come together as one family. മനുഷ്യത്വം എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിൽ വരേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് ഇൻസ്പയർസ് us to live with peace, സമാധാനത്തോടെ, യൂണിറ്റി ആൻഡ് കൈൻഡ്നെസ്.
The message of the poem is timeless to love one another right now. Okay, timeless. അതായത് എന്നെന്നുമായിട്ട് ഈ ഒരു പോയം വായിക്കുമ്പോൾ തന്നെ സ്നേഹിക്കുക, എന്നിട്ട് പിന്നെ വെറുക്കനോ, എന്നേക്കുമായിട്ട് തരുന്ന ഒരു മെസ്സേജ് ആണ് വൺ അനദർ, ടു ലവ് വൺ അനദർ എന്ന് പറയുന്ന മെസ്സേജ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത്രയും ഉള്ളൂ നമ്മുടെ പോർഷൻസ്. യെസ്, ആൻഡ് വി ഡിഡ് ഇറ്റ്. യെസ്, അപ്പൊ നമ്മുടെ ഗ്രാമർ നമ്മൾ നോക്കി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്കോഴ്സസ് നോക്കി, അതിൽ തന്നെ പോയിട്രിയിൽ നമ്മൾ അപ്രിസിയേഷൻസ് നോക്കി. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അടിപൊളിയായിട്ട് നോക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സോ അത് എന്തൊക്കെയായാലും അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇപ്പൊ ക്യാരക്ടർ സ്കെച്ച് ആയാലും മലയാളയുടെയും നറേറ്ററിന്റെയും നമ്മുടെ മെറ്റീരിയൽ ഇല്ല അത്. അപ്പൊ നിങ്ങൾ ഇത് തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കണം, ബിക്കോസ് ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. ലെറ്ററിന്റെ ഫോർമാറ്റുകൾ രണ്ടും പഠിച്ചിട്ട് പോയാൽ ഏത് വേണമെങ്കിലും വരാം. ഡയറി എൻട്രി ഒരെണ്ണം പഠിച്ചാൽ മതി, നമുക്ക് അതിൽ നിന്ന് ലെറ്ററിൽ നിന്ന് കണ്ടന്റ് എടുത്ത് എഴുതാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺവെർസേഷൻ പഠിക്കുക, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വെരി ഇമ്പോർട്ടന്റ്, അത് പഠിക്കുക, ഹെഡ്ലൈൻസ് പഠിക്കുക, ആൻഡ് ദെൻ ഫർദർ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നോക്കണം. ഓക്കെ, ആൻഡ് ദെൻ സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എല്ലാവരും അടിപൊളിയായിട്ട് എഴുതുക. എന്തൊക്കെ ആയാലും അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും, ബിക്കോസ് ഫോർമാറ്റും കാര്യങ്ങളും ഗ്രാമറിന്റെ റൂൾസും റെഗുലേഷൻസും മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇംഗ്ലീഷ് ആണ്, ഇറ്റ്സ് യുവർ ലാംഗ്വേജ്, സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് അക്കോർഡിംഗ് ടു യു. പക്ഷെ ഫോർമാറ്റും കാരണം ശ്രദ്ധിക്കാണ്ട് തെറ്റിക്കാണ്ട് എഴുതുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ ടിൽ നൗ. സോ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഓക്കെ, സോ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു ആൻഡ് താങ്ക് യു.